എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ നമ്മൾ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ സംസാരിച്ചു. ഡോക്ടർ ജയരാജ് സാർ എൻ്റെ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം ഞാൻ വരുന്ന സമയത്ത് വളരെ രസകരമായി വളരെ ആഴത്തിൽ നിങ്ങളെടുത്ത് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലേ, മറിച്ച് നമുക്കൊക്കെ അറിയാം നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ബെനിഫിഷ്യറീസിനെയും എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്ന്. തൊഴിൽ മേഖല കണ്ടെത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, സമൂഹത്തിൽ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയുണ്ട്, അത് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ യങ് അഡൽറ്റിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ ഓരോരുത്തരും വലിയ ത്വരയോടുകൂടി നിൽക്കുകയാണ്. നാളെ മുതൽ ഇന്ന് മുതൽ ഞങ്ങൾ ഇത് ചെയ്യാൻ പ്രാപ്തിയുണ്ട്, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം വരും. എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? ഞാൻ കുറേ ചോദ്യം ചോദിക്കുന്നില്ല. നേരത്തെ മാം ചോദിച്ചപ്പോൾ വളരെ പ്രയാസപ്പെട്ടു നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. കുറേ കാലമായി ചോദ്യങ്ങൾ കേൾക്കുന്നത്, ഇതൊക്കെ മടുത്തിട്ടുണ്ട്, ഇനിയും ചോദ്യം ചോദിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവൂലേ, ആൻസർ തെറ്റാവോ ശരിയായിരിക്കുമോ, ഇനി ശരി പറഞ്ഞാൽ മാം തെറ്റാണെന്ന് പറയുമോ എന്നൊക്കെയുള്ള ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഞാൻ തന്നെ പറയുന്നു, ചോദ്യവും ഞാൻ തന്നെ പറയുന്നു എന്ന് പറയുന്ന രീതിയില്ല, മറിച്ച് നമ്മൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. എൻ്റെ അനുഭവങ്ങൾ വളരെ ചെറുതും നിങ്ങളുടെ അനുഭവങ്ങൾ വളരെ വലുതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി എനിക്കറിഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ വലിയ വെളിച്ചം വീശാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകളുണ്ട്, ഇത്രയും ആളുകളുടെ എക്സ്പീരിയൻസ് എന്നാൽ വളരെ വലുതാണെന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന നമ്മുടെ ഭിന്നശേഷിയുള്ള യങ് അഡൽറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ഏതൊക്കെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു തരണം. നമുക്ക് അവിടുന്ന് തുടങ്ങാം. തൊഴിൽ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചൂലേ, ജരാസാർ ക്ലാസ്സിലും നേരത്തെ മണ്ണ് നല്ലേ അതിൽ നിന്ന് വന്ന വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളും സംസാരിച്ചു. എങ്ങനെ തൊഴിൽ മേഖലയിൽ എന്ത് ചെയ്യണം, അതിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, എങ്ങനെ ഒരു എംപ്ലോയിനെ ഉണ്ടാക്കിയെടുക്കാം, ഉടലെടുക്കാം, അതിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ തൊഴിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നും കൂടി നമ്മൾ അറിയണം അല്ലേ. എന്തൊക്കെ തൊഴിലുകളാണ് ഉള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതും. അതിൻ്റെ ആൻസർ മാത്രം പറഞ്ഞാൽ മതി, പിന്നെ ഒന്നും നിങ്ങൾ പറയണ്ട. എന്തൊക്കെ തൊഴിലാണ് നമ്മളെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുക? ഹൗസ് കീപ്പിംഗ്, സെയിൽസ്, ബേക്കറി, ബേക്കിംഗ്, പേക്കിംഗ്, വെരി ഗുഡ്. ഹോർട്ടിക്കൾച്ചർ, വെരി ഗുഡ്. ഓക്കെ, ഡാറ്റ എൻട്രി, വെരി ഗുഡ്. പെറ്റ് കെയറിങ് അല്ലേ, ആൻഡ് ഫാം. ഓക്കെ, പിന്നെ സ്റ്റോക്ക് കീപ്പർ, വെരി ഗുഡ്. നിങ്ങൾ കുറച്ചും കൂടി ഉയർന്ന് ചിന്തിക്കുന്നു എന്നർത്ഥം. വെരി ഗുഡ്. ലൈബ്രറി അസിസ്റ്റന്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത യെസ്, പിന്നെ ഓഫീസ് അറ്റൻഡന്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെക്യൂരിറ്റി, ഓക്കെ. അപ്പോൾ ഇനിയുണ്ട്, എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ഉയർന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും പേരുകൾ വന്നപ്പം തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങളെ ഒരു പേപ്പർ ബാഗ്, പനോയിൽ അങ്ങനെയൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾ വൻ അടിപൊളിയായിട്ടുള്ള ആളുകളാണ്, വൊക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സാണ് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഇതോടുകൂടി. ഓക്കെ, സമൂഹത്തിലെ മുഖ്യധാരയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ തൊഴിലുകളെയും നോക്കിക്കണ്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വിദ്യാർത്ഥികളെ, നമ്മുടെ ബെനിഫിഷ്യറീസിനെ പരിശീലിപ്പിക്കേണ്ടതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മൾക്ക് കുറച്ച് പ്രയാസങ്ങൾ നേരിടാറുണ്ട് പലപ്പോഴും ഇല്ലേ. ഇതെങ്ങനെ കണ്ടെത്തും? നേരത്തെ സാറ് പറഞ്ഞു ഒരു വിദ്യാർത്ഥിയിലെ എന്താണ് നമ്മൾ ആദ്യം നോക്കിക്കാണുന്നത്? സ്ട്രെങ്ത് ആണ് അല്ലേ, സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റിയാണ്. അഭിരുചി നമ്മൾ നോക്കൂ ഇല്ലേ, നോക്കാറില്ലേ? ഇതിന് എന്തൊക്കെ അസസ്മെൻറ്റ് ടൂളുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്? നിങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. സമൂഹത്തിൽ അല്ല, നമ്മുടെ പ്രൊഫഷനിൽ ഇഷ്ടംപോലെ അസസ്മെൻറ്റ് ടൂളുകളുണ്ട്. നിങ്ങൾ എനിക്കറിയില്ല അല്ലെ തെറ്റിപ്പോവുക അങ്ങനെയൊന്നും വിചാരിക്കണം. നിങ്ങൾ ഉപയോഗിച്ച ടൂളുകൾ ഏതൊക്കെ? നേരത്തെ ആരോ പറഞ്ഞു, വയർസ് പറഞ്ഞിരുന്നു, നേരത്തെ ഞാൻ കേട്ടു. പിന്നെ ഈ ഇൻട്രസ്റ്റ്, ഇവരുടെ എബിലിറ്റി, സ്ട്രെങ്ത്, ഇവരുടെ ബിഹേവിയർ, ഇതൊക്കെ അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന എന്തൊക്കെ അസസ്മെൻറ്റ് ടൂളുകളാണ്
നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് മാത്രമല്ലല്ലോ ഇതിലുള്ളത്, വേറെ ആരാ? OT. OTക്കാർക്കും പറയാം. OTയിൽ ഭയങ്കര കുറേ അസസ്മെൻറ്റ് ടൂളുകളുണ്ട്. പറഞ്ഞോളൂ, നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ ആരെങ്കിലും ചെയ്തത് കണ്ടിട്ടുള്ളത്, നിങ്ങൾ മാത്രം ഉപയോഗിച്ചതല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റു തെറാപ്പിസ്റ്റുമാർ ഉപയോഗിച്ച്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു കുട്ടിയെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ച അസസ്മെൻറ്റ് ടൂളുകൾ ഇതൊക്കെ അതിന് പ്രചോദനം നൽകിയ ഒന്നുമില്ലേ? ബാബ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു അസസ്മെൻറ്റ് ടൂൾ ഉണ്ട്. പിന്നെ അത് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. കറണ്ട് ലെവൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ടൂളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ? ID, ASD, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾ, ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള ആളുകൾക്കുള്ള കറണ്ട് ലെവൽ പെർഫോമൻസ് അറിയാൻ നിങ്ങൾ എന്ത് ടൂളാണ് ഉപയോഗിക്കുന്നത്? FACP ഉപയോഗിക്കുന്നുണ്ട്. വെരി ഗുഡ്. ISA ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ നേരത്തെ പറയാതിരുന്നത്? MDBS ഉപയോഗിക്കുന്നുണ്ട്. ബേസിക് MR ഉപയോഗിക്കുന്നുണ്ട്. ഈ ടൂളൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ മറന്നു അല്ലേ? ഇതെന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ള നമ്മൾ വിട്ടുപോയി എംപ്ലോയബിലിറ്റി പറയുമ്പോൾ. പിന്നെ ഗ്ലാഡ് ഇനിയുണ്ട്. ഇത് ബിഹേവിയറിൻ്റെ എന്താ? ഇത് കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ അറിയുന്നതിൽ. അപ്പോൾ ഇത്രയും ടൂളുകളൊക്കെ നമ്മളെ അടുത്ത് നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഇല്ലേ? അതിന് നമ്മളെ നേരത്തെ ജലസാറോട് ഒരാൾ ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, സാറേ വേവ്സ് അല്ലാതെ എന്തൊക്കെ അസസ്മെൻറ്റ് ടൂളുകളാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ സാറൊരു ഉത്തരം പറഞ്ഞു, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു വേർഡ് പറഞ്ഞോ? അപ്പോൾ CDMRPയിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ പഠിച്ച പാഠപുസ്തകങ്ങൾ അല്ല ജീവിതം എന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ വന്ന സമയത്ത് ഞാൻ കുറേ അന്വേഷിച്ചു. എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഇതൊന്നും ബന്ധപ്പെട്ടുള്ള ഒരു അസസ്മെൻറ്റ് ടൂളുകളും നിലവിലില്ല എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കാര്യങ്ങൾ അളക്കാൻ ഓരോ അസസ്മെൻറ്റ് ടൂളുകളുണ്ട്. ഞങ്ങൾ VSMS ഉപയോഗിക്കാറുണ്ട്, FACP ഉപയോഗിക്കുന്നുണ്ട്, വാബ്സ് ഉപയോഗിക്കുന്നുണ്ട്, MDBS ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഗ്ലാഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ബിഹേവിയർ മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ ASD അളക്കാനുള്ള എല്ലാ ടൂൾസും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടൂളുകളൊക്കെ ഒന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ ക്രോഡീകരിച്ച് CDMRP ഒരു പുതിയ ടൂള് ഉണ്ടാക്കിയൊരു മൊഡ്യൂൾ കണ്ടെത്തി അതിലൂടെയാണ് നമ്മൾ ഇപ്പോൾ അസസ്മെൻറ്റ് നടത്തുന്നതെന്നുള്ളത്. അത് പക്ഷേ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഇത്രയും അസസ്മെൻറ്റ് ടൂളുകൾ ഉപയോഗിച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ബെനിഫിഷ്യറീസിൻ്റെ നിലവിലുള്ള സ്ട്രെങ്ത്തും എബിലിറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തിരിഞ്ഞു മറിഞ്ഞൊന്ന് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള വ്യക്തി എന്താണെന്നും അവൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിമുട്ടുകളെ പറയാനും കേൾക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്, പറയാൻ രക്ഷിതാക്കളും തയ്യാറാണ് അല്ലേ? ആദ്യം തന്നെ നമ്മുടെ അടുത്ത് വരുന്ന വിദ്യാർത്ഥിയുടെ ഒരു പ്രശ്നം പറയുന്ന വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. എഴുതാനും വായിക്കാൻ അറിയാം, പക്ഷെ അടങ്ങിയിരിക്കില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടുകളെയാണ് ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ രക്ഷിതാവും നമ്മുടെ അടുത്ത് പറയുന്നത്. മറിച്ച് അവന് ചിത്രം വരയ്ക്കാൻ അറിയാം, അല്ലെങ്കിൽ അവൻ പെൻസിൽ പിടിക്കാറുണ്ട്, അവൻ പുസ്തകം മറിച്ച് നോക്കാറുണ്ട്, അവൻ്റെ അക്ഷരങ്ങളെ നോക്കി കാണാറുണ്ട്, അതല്ലെങ്കിൽ അവൻ വെള്ളം നോക്കിയിരിക്കാറുണ്ട്, ഇങ്ങനെ അല്ലെങ്കിൽ മീനുകളെ നോക്കിയിരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ തെറാപ്പിസ്റ്റുമാരാണ് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മളെ ചോദ്യങ്ങളൊക്കെ നെഗറ്റീവിനെ ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അല്ലേ? നമ്മളെ ഓരോ അസസ്മെൻറ്റ് ടൂളിലുള്ള ചോദ്യം എന്താ? വായിക്കാറുണ്ടോ? 1 മുതൽ 100 വരെ എഴുതാൻ അറിയോ? അക്ഷരങ്ങൾ കൂട്ടി വായിക്കാറുണ്ടോ? അക്ഷരങ്ങൾ വിട്ടുപോകുന്നുണ്ടോ? അല്ലേ? നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ടൂളുകളിലൊക്കെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അവരും എങ്ങനെ പഠിച്ചിട്ടുള്ളത്? എവിടെ ചെന്നാലും ഇതൊക്കെയാണ് പറയേണ്ടത് എന്നാണ്. അവിടെയാണ് പാരന്റിൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ആദ്യം ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരുത്തുന്നത്? നമ്മളെ മുന്നിൽ വരുന്ന ബെനിഫിഷ്യറീസിൻ്റെ കൂടെ വന്ന ഗാർഡിയൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് ആദ്യം മാറ്റം വരുത്തുന്നത്.
അതിൻ്റെ മുമ്പ് ആരാ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്തണം? നമ്മളതും കൂടി മാറ്റം വരുത്തണം. നേരത്തെ ജയരാജ് സാറ് പറഞ്ഞു അല്ലേ, നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം. നമ്മളെങ്ങനെ സ്വിമ്മിങ് പഠിച്ചു, നമ്മളെങ്ങനെ യാത്ര ചെയ്യാൻ പഠിച്ചു, നമ്മളെങ്ങനെ ഭക്ഷണം കഴിച്ചു, നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ രുചിക്കാൻ പഠിച്ചു, നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെ ആഘോഷിക്കാൻ പഠിച്ചു, നമ്മളൊരു ഹോട്ടലിൽ എങ്ങനെ പോയി, നമ്മൾ സിനിമ തിയേറ്ററിൽ എങ്ങനെ പോയി, ഇങ്ങനെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ മുഴുവൻ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം. നമ്മൾ സ്വയം അസസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ മുന്നിലിരിക്കുന്ന ബെനിഫിഷ്യറീസിനെ അസസ് ചെയ്യുന്നതിൽ നമുക്ക് യോഗ്യതയുള്ളൂ. നമ്മൾ ചെയ്യുന്നില്ല, അവൻ ചെയ്തേക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ഈ വരയിലൂടെ പോകാൻ പാടുള്ളൂ നമ്മൾ പറയുമ്പോൾ ആ വരയിലൂടെ പോകാൻ പറ്റാത്ത കുട്ടികളാണ് നമ്മളെടുത്ത് വരുന്നത്. ഈ വരയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ സഞ്ചരിച്ച് വന്നേക്കാം എന്ന് പറയുന്ന ബെനിഫിഷ്യറീസാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ അവരോട് ഈ വര മാറ്റേ പാടുള്ളൂ, നീ ബട്ടൺ ഇട്ടിട്ട് മാത്രം ഷർട്ട് ഇടാൻ പഠിച്ചാൽ മതി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക്, ആ യങ് അഡൽറ്റിന് സാധ്യമാവുന്ന രീതിയിൽ വേണം അവനെ പരിശീലിപ്പിക്കാൻ. അവനാണ് പ്രാധാന്യം, നമ്മൾക്കാണോ? അല്ല. ആ ബോധ്യമാണ് ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് അവനിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന തോന്നലുകളും ഉടലെടുക്കുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഇടപെടൽ നടത്താൻ സാധിക്കുള്ളൂ. നേരത്തെ സാറ് പറഞ്ഞു, ഒരു തൊഴിൽ കണ്ടെത്തുമ്പോൾ വാപ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയെന്ന് തോന്നുന്നത്. ഞാൻ വന്ന സമയത്താണ് അത് കേട്ടത്. വാപ്സിൽ പലപ്പോഴും ഫാമിലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ജോലികളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വാപ്സ് ഉണ്ടാക്കിയത് ആരാന്നറിയില്ലേ? ജെസ്സിക്കുട്ടി മാമാണ്. അറിയാലോ അല്ലേ? മാം ജീവനോടുണ്ട് കേട്ടോ എപ്പോഴും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മാമിനെ കാണാൻ പോകണം. മാമ് ഈ ഒരു അസസ്മെൻറ്റ് ടൂൾ ഉണ്ടാക്കാൻ എടുത്ത എഫേർട്ട് അറിയണം. മാം ഇപ്പോഴും അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്യുന്ന ആളാണ്. നമുക്ക് ഓരോ ദിവസവും കാണുമ്പോഴും ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാം അതിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി കൂടിയാണ്. ഓക്കെ, വാപ്സ് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. മാം അതിൽ പിന്നെയും എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കാതെ തന്നെ അദ്ദേഹം അതിൽ ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഫീൽഡിൽ വാപ്സ് ഉണ്ടാക്കിയ ആൾ എന്ന നിലയിൽ. അപ്പോൾ മാം പറയുന്നത് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ, ഫാമിലിൻ്റെ സ്റ്റാറ്റസ് മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു തൊഴിൽ മാത്രമല്ല പഠിപ്പിക്കേണ്ടതെന്നുള്ള അത് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു തൊഴിൽ അങ്ങ് പഠിപ്പിച്ച് കളയാം, ആ തൊഴിൽ അവന് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പരിശീലിപ്പിക്കാനൊക്കെ ഞാനും വിചാരിച്ചിട്ടാണ് ഈ കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായി പലതരത്തിലുള്ള പരിശീലനങ്ങളും കൊടുത്താൽ മാത്രമാണ് യഥാർത്ഥ ജോലിയിലേക്ക് ആ വിദ്യാർത്ഥി എത്തുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് എബിലിറ്റി കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി വരുന്ന സമയത്ത് അവൻ്റെ പേഴ്സണൽ സ്കില്ല് മുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഫങ്ഷണൽ അക്കാഡമിക് സ്കില്ല്, ഒക്യുപ്പേഷൻ സ്കില്ല്, സേഫ്റ്റി സ്കില്ല് തുടങ്ങിയ 14ഓളം ഏരിയകളിലൂടെ കടന്നു പോയാലാണ് ആ വ്യക്തിക്ക് ഒരു സാധാരണ ആളുകളെ പോലെയുള്ള ജീവിത നിലവാരത്തിൽ എത്താൻ സാധിക്കുള്ളൂ. അത്രയും ചോദ്യങ്ങൾ ഉണ്ടാക്കണം, അത്രയും ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അത്രയും മേഖലയിൽ നമ്മൾ പരിശീലനം കൊടുക്കണം. 600-ലധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 300 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്നാണ് ജെസ്സിക്കുട്ടി മാം പറയുന്നത്. എന്നുവെച്ചാൽ അയാൾ പാസ് ഔട്ടായി. ഓക്കെ, അപ്പോൾ ആ മേഖല, ആ ചോദ്യം, ആ അവസരങ്ങൾ, എക്സ്പോഷർ ഒക്കെ കുട്ടിക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തൊഴിൽ അങ്ങ് പഠിപ്പിക്കാൻ പറ്റില്ല. രക്ഷിതാവ് പറയും എൻ്റെ കുട്ടിക്ക് എഴുതാനറിയാം, ആ എഴുത്ത് എങ്ങനെയൊക്കെ എവിടെ വരെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏത് തരത്തിലുള്ള എഴുത്തുകളാണ്, എന്തൊക്കെയാണ് എഴുത്തിലൂടെ അവൻ നേടിയെടുത്തിട്ടുള്ളത്, ഏത് സ്റ്റൈലിലാണ് എഴുതുന്നത്, അതിൻ്റെ ഹാൻഡ് റൈറ്റിങ് എങ്ങനെയാണ്, ഏതൊക്കെ സമയങ്ങളിൽ അവൻ എഴുതും, എഴുത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ആ എഴുത്തിലൂടെ അവൻ എന്തെങ്കിലും തൊഴിൽ സാധ്യത ഉണ്ടോ. എഴുതിയാൽ മാത്രം പോരല്ലോ. എഴുത്ത് നേരത്തെ മാം പറഞ്ഞതുപോലെ
അവൻ്റെ സാമ്പത്തിക ഉന്നമനത്തിനും കൂടിയും എത്തിച്ചേർന്ന തരത്തിലേക്ക് വേണം ആ കപ്പാസിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വിദ്യാർത്ഥി വന്നു. അവന് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ടെൻഷൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടും അവന് സ്പീച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊന്നും ഇവൻ സംസാരിക്കില്ല. കാരണം സംസാരിക്കില്ല എന്ന് വെച്ചാൽ പലപ്പോഴും അവൻ സംസാരിക്കുന്ന സമയത്ത് അവന് ആളുകൾ കളിയാക്കിയിരുന്നു. അവൻ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നില്ല. അത് പൂർണ്ണമാക്കാൻ അവന് പ്രയാസപ്പെടുന്നു. വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി നമ്മൾ അവന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ അവന് വളരെ രസകരമായി ആ കഥ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ലേ നമ്മളൊക്കെ? ശരിയാണോ തെറ്റാണോ, ഞാൻ തന്നെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണോ, ഇനി ഞാൻ തന്നെ പറയുമ്പോൾ മാം എന്നെ കൂടുതൽ ശ്രദ്ധിക്കുമോ, എന്നോട് വീണ്ടും ചോദ്യം ചോദിക്കുമോ, അല്ലെ ബാക്കിയുള്ളവരെ മുമ്പിൽ ഞാൻ മോശക്കാരിയാവോ, എനിക്കറിയാം ഞാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല. ഇങ്ങനെ പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലേ? ഇതുപോലെ അവർക്കും വരില്ലേ? അവർ നമ്മളെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവരെ പലപ്പോഴും എന്ത് പറഞ്ഞാലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ സ്വമേധയ അവൾ എന്ത് സ്വഭാവം കാണിക്കും? ഉൾവലിയ സ്വഭാവം കാണിക്കും അല്ലേ? അപ്പോൾ അവർക്ക് പറയാനുള്ള അവസരങ്ങളിലൊക്കെ എന്നോട് എപ്പോഴും പണ്ട് കാലത്ത് പാട്ട് പാടല്ലോ ഷാനിബ എന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ട് പാടാൻ എല്ലാവരും പാടുന്നുണ്ടല്ലോ, ഞാനും പാടുന്നു. പക്ഷെ ഞാൻ തിരിച്ച് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാനും പാടിയിട്ടുണ്ട്. അപ്പോൾ പാടാൻ തുടങ്ങുമ്പോഴേക്കും തുടങ്ങും എല്ലാവരും വീട്ടിൽ പടലേ പടലേ എന്ന് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു പ്രതിസന്ധിയിലുണ്ടായൊരു സമയമുണ്ട് എനിക്ക്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് പി ഡിഗ്രി +1 +2 ഇങ്ങനെ വന്ന സമയത്ത് പി ഡിഗ്രി എനിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടി. ഞാൻ കോടഞ്ചേരി കോളേജ്, താമരശ്ശേരി കോടഞ്ചേരി കോളേജിലാണ് പഠിക്കാൻ ചെന്നത്. അത് കുഞ്ഞു പ്രായമാണല്ലോ. അപ്പം പാട്ട് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞുനാളിൽ എന്നെ അങ്ങനെ അവാർഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കുറേ പിള്ളേർ, സീനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർ രാവിലെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്നോട് എന്താ പറഞ്ഞത്, പാട്ട് പാടും. എനിക്ക് എന്നും കിട്ടിയ മാർക്ക് എന്താ 0 ആണ് ഇവിടെ. അപ്പം ഞാൻ എന്ത് പാട്ട് പാടാനാ? അപ്പം ഞാൻ ഈ സ്കൂളിൽ പഠിച്ച കുറേ കവിതകളൊക്കെ പാടിക്കൊടുത്തു. അതൊന്നും അവർക്ക് പറ്റില്ല. സിനിമാ പാട്ട് തന്നെ പാടണം. അപ്പോൾ സിനിമാ പാട്ട് പാടാൻ എനിക്കറിയാം എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത്. പക്ഷെ അത് കാണാതെ നമ്മൾ സ്കൂളിൽ നിന്ന് പദ്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അതങ്ങനെ കാണാതെ പാടിക്കൊടുത്തു. അതൊന്നും അവർക്ക് പറ്റില്ല. അങ്ങനെ അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു, കരഞ്ഞൊക്കെ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ഇതിലെ പോകണ്ട, പുതിയ വഴി തിരഞ്ഞിട്ട് പോവാം. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിലെ പോവാം, അവിടെ ഏട്ടന്മാരൊക്കെ കാത്തിരിക്കും, അതിലെ പോകണ്ട പറഞ്ഞിട്ട് ഇതിലെങ്ങനെ പോവാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലും അവർ തന്നെ. 1 വീക്ക് ഞാൻ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? ഇവരെന്നും എന്നെക്കൊണ്ട് പാട്ട് പാടിച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോന്നു കളഞ്ഞു. പേടിച്ചിട്ടേ പാടാനുള്ള കഴിവിനെ വളരെ നേരത്തെ നിരുത്സാഹപ്പെടുത്തുകയും ഇന്ന് നിങ്ങൾ എന്നോട് പറയാനൊരു പാട്ട് പാടാം, ഞാൻ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് പാട്ട് പാടും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ പാട്ട് പാടും. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പാടാൻ അറിയില്ല. സാറിനോട് പറഞ്ഞു, സാറുണ്ട് ഞാൻ പാട്ട് പാടുന്നു. അപ്പോൾ സാറ് നല്ല അടിപൊളി പരിപാടിയാണല്ലോ, ഇതൊക്കെയൊന്ന് സേവ് ചെയ്തിട്ട് അയച്ചെറിയാൻ എൻ്റെ വീട്ടിൽ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇടട്ടെ, ഞാൻ പാടുന്നുണ്ടല്ലോ എന്ന് പറയാമല്ലോ എന്നൊക്കെ. നിങ്ങൾ ആലോചിച്ച് വളരെ കുഞ്ഞുനാളിലുണ്ടായ ഒരു പ്രയാസം വളരെ വലുതായിട്ടും മുതിർന്നിട്ടും നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ടും അപ്പോഴും ഉള്ളിൽ തോന്നിയ ഒരു പ്രയാസം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ക്ലാസ് റൂമിൽ പിന്നെയും പറയാൻ കാരണം. ക്ലാസ്സിലും ഞാൻ പറയാൻ കാരണം എന്താണ്? സാറേ എനിക്ക് പാടാൻ അറിയില്ല, സാർ എന്നെ ഒരു പാട്ടുകാരിയാക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് സാറ് പാട്ടുകാരിയാക്കിയത്. അപ്പോൾ അത്ര പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ വരുന്ന ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരെ എത്രത്തോളം ബാക്കിലേക്ക് ആക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഏതരത്തിലായാലും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇടപെടേണ്ടതുണ്ട് എന്നുള്ള പറയുന്നത്. ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഇടപെടേണ്ടത് അവിടെ പ്രശ്നങ്ങളിലാണ്. എന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരുടെ സ്ട്രെങ്ത്തിലുമാണ്. വീക്ക്നെസ്സും നമുക്കറിയാം, സ്ട്രെങ്ത്തും നമുക്കറിയാം എന്നുള്ളത്. അപ്പോൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, ആ പ്രവർത്തന മേഖലയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നുള്ളത്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ നടക്കുക. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ, ഒരു തൊഴിൽ നേടണമെങ്കിൽ ആ തൊഴിലിന് അനുയോജ്യമായ പ്രീ സ്കില്ലുകൾ നമ്മൾ പഠിച്ചേ മതിയാവും. പ്രീ സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുക്കണം, അറിയണം അല്ലേ? കുട്ടികളെ പരിശീലിപ്പിക്കണം. പല തൊഴിലുകളുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കുറേ തൊഴിലുകൾ എഴുതി. ഇതിനൊക്കെ കോമൺ ആയിട്ട് വേണ്ട കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ഗ്രൂപ്പാക്കി തിരിക്കണം. നമ്മളെ മുന്നിൽ കാണുന്ന
കുറേ തൊഴിലുകൾ നമ്മൾ ആദ്യം എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം അതിനെ ഓരോ പാർട്ടാക്കണം. നമ്മൾ ഗ്രൂപ്പൊക്കെ ആക്കാറില്ലേ, അതേപോലെ പാർട്ടാക്കണം ആ തൊഴിലൊക്കെ. അതിനൊക്കെ കോമൺ ആയിട്ടുള്ള പ്രീ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം നേരത്തെ മാം പറഞ്ഞു ട്രാൻസിഷൻ പ്ലാൻ നടത്തണം, പ്രീ വൊക്കേഷൻ സ്കിൽ ട്രെയിനിങ് നടത്തണം, വൊക്കേഷണൽ റീഹാബിറ്റേഷൻ നടത്തണം, എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മളെടുത്ത് ഇല്ലേ. പക്ഷേ എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചസിനെ കുറിച്ച് മാം പറഞ്ഞു നേരത്തെ. ആ ചലഞ്ചസ് ഉണ്ടാവാതിരിക്കാൻ അല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് വളരെ നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ വന്നു ഒന്ന് നാളെ വിത്ത് മുളപ്പിച്ചോളൂ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ വിത്ത് മുളപ്പിക്കാൻ ആർക്കൊക്കെ അറിയാം? വിത്തുകളെ കുറിച്ച് ആർക്കൊക്കെ അറിയാം? എന്താണ് വിത്ത്, എങ്ങനെയാണത് ചെയ്യുന്നത്? ഇത് നമ്മൾ അവരോട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആണോ? ചോദിച്ചാൽ പറയാം അവർ? ഇല്ല, കാണിച്ചു കൊടുക്കണം നമ്മൾ അല്ലേ. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, നമ്മളെ കൂടെ നിർത്തണം അവരെ. നമ്മളെ കൂടെ നിർത്തി നമ്മളെ കൂടെ അവർ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാക്കണം. അപ്പോഴാണ് വിത്ത് എടുക്കാൻ ഒരാൾ ഓടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ കണ്ടാവും അതിന് കുറച്ച് വെള്ളവുമായിട്ട്, ഒരു കുപ്പി വെള്ളവുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടാവും. അതല്ല നമുക്കൊരു പാത്രത്തിലാക്കാം ഇതിനെ എന്ന് പറയുന്ന ആളുണ്ടാവും. അപ്പോഴാണ് ഒരാൾ വരുന്നത് മണ്ണ് കൊണ്ട്. അപ്പോൾ ഒരാൾ പറയും അല്ല ചാണകം ഇടണം. അപ്പോൾ ഇവർ ഈ സൊസൈറ്റി ഈ എൻവിയോൺമെൻറ്റിൽ നിന്ന് പഠിച്ചെടുത്ത കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഓരോരുത്തരും ഓരോ സാധനങ്ങളായിരിക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ചെടി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മരം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവരെടുത്തിട്ടുള്ള എഫേർട്ടിനെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുപോലെയാണ് ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടത്. പേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അവരുടെ ടോയ്ലറ്റിങ്, ബാത്തിങ്, അതേപോലെ ഗ്രൂമിങ്, അതേപോലെ ഡ്രസ്സിങ്, ഈ മേഖലയിലൊക്കെ തന്നെ നമ്മൾ ഇടപെടൽ നടത്തണം. ഇതെന്തിനാണ് ഇടപെടൽ നടത്തുന്നത്? ഒരു തൊഴിലിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഇതൊക്കെ വേണം അല്ലേ? ഒരു തൊഴിലിടത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ ആ വ്യക്തി? അറിയണോ? വേണ്ടേ? ഏത് തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ പ്രോപ്പറായി ചെയ്യാൻ പഠിക്കണ്ടേ? വേണോ? വേണം. ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം ഒഴിച്ചു പോയി, ആ വർക്ക് പ്ലേസിൽ അയാൾക്ക് സ്ഥാനമുണ്ടോ? ഇല്ല. അയാൾ നീറ്റായിട്ട് വസ്ത്രം ധരിച്ചില്ല, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ആ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവില്ലേ? അയാൾക്ക് കുളിച്ചിട്ടേ വരാൻ പാടുള്ളൂ ആ സെൻറ്ററിൽ. അയാൾ കൃത്യമായി ഡെയിലി ബാത്ത് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. സ്മെല്ലടിക്കില്ലേ? 3 ദിവസം ഇട്ട ഡ്രസ്സ് പിന്നെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അടുത്തിരിക്കുന്ന ആളുടെ സ്മെല്ല് നമുക്കറിയാം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്മെല്ലാണെങ്കിലോ? ഒരു ഷോൾ ഇടുന്ന ഒരാളാണ്, അയാൾ എപ്പോഴും ഷോളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് പല്ലിന് പ്രശ്നമുണ്ട്, അയാൾ എപ്പോഴും വായ കയ്യിൽ വെച്ചാലോ? ഒരാൾക്ക് ID കാർഡ് കിട്ടി, അയാൾ എപ്പോഴും തിരിച്ചുകൊണ്ടിരുന്നാലോ വർക്ക് സമയത്ത്? ഇല്ലേ? അപ്പോൾ നമുക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ. ഒരു തൊഴിലിടത്ത് ഒരു തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ മാം പറഞ്ഞ കുറേ മൈൻഡ് സെറ്റ് ആക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ. അവരുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് മുതൽ അവർ ധരിച്ച് പോകുന്ന ദിവസത്തിൻ്റെ മൂല്യം വരെ അതിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ട്രൗസറും ഒരു ബനിയനും ഇട്ടിട്ട് വന്ന് ക്ലാസ് എടുത്താലും നിമ്മള്ള ഒരാളെന്നെ ചീത്ത അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പം എനിക്ക് തോന്നുകയാണല്ല, ഇന്ന് ഞാൻ അങ്ങനെയല്ല പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ പോകണം. അപ്പോൾ അത് നമുക്ക് തോന്നണം. നിങ്ങൾ പറഞ്ഞെടുത്താൽ മാത്രം മതിയോ? പോരാ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 18 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന പല കുട്ടികളും 3/4 ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. കാരണം അവർക്കറിയില്ല അവരൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വരുന്നതെന്നും അവർ തൊഴിൽ പഠിക്കാൻ പോകുകയാണെന്നും അവർക്കറിയില്ല. അവരുടെ രക്ഷിതാവിനെ സംബന്ധിച്ചോളം 18 വയസ്സായ ഒരു വിദ്യാർത്ഥി അവർക്ക് എപ്പോഴും 5 വയസ്സുകാരന് തന്നെ ആവാം. അങ്ങനെ തന്നെ ഏത് അമ്മയും കരുതുക. എനിക്കും 16 വയസ്സുള്ളൊരു മകളുണ്ട്, എനിക്കെന്നും അവൾ കുഞ്ഞായിരിക്കില്ലേ? പക്ഷെ 16 വയസ്സുകാരിയെ പോലെ ഞാൻ ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിലോ? നീ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട എന്ന് നമ്മൾ ഒരിക്കൽ പറയും. പിന്നെ കുറച്ച് നേരം പറയും നീ കുഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സംസാരിക്കൂല്ലേ കുട്ടികളുടെ അടുത്ത്? പക്ഷെ നമ്മളെപ്പോഴും നമ്മൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നത് പോലെ തന്നെ അവരെയും സെൽഫ് ലവ് ചെയ്യാൻ പഠിപ്പിക്കണം നമ്മൾ. അവരാണ് എന്ന്, അവർ മുതിർന്ന ആളായി എന്ന് തന്നെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമം നടത്തണം. അപ്പം നമ്മളെ കുടുംബത്തിൽ ഒരു അംഗമായി അവരെ കാണണം.
അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു തെറാപ്പിസ്റ്റ് നിലയിൽ ഒരു രക്ഷിതാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം ആദ്യം. എന്നാലേ രക്ഷിതാവ് കാണുള്ളൂ. ഷീന ടീച്ചർ ഇതാക്കുന്ന അവനെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. കാരണം അവനൊരു വർക്ക് കൊടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഫയല്. അത് തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് അവനോട് പറഞ്ഞു, വെൽ ഡൺ ബോയ്, നീ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ, നീ കൃത്യമായി ചെയ്യാൻ പഠിച്ചല്ലോ. കാരണം എൻ്റെ മോനെ അംഗീകരിച്ചു ടീച്ചർ. അപ്പൊ നമ്മൾ രക്ഷിതാവിന് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ പറയാണ് വീട്ടിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളല്ല ചെയ്യേണ്ടത്, നമ്മളെ കുട്ടിയെയും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ രക്ഷിതാവ് അത് സ്വീകരിക്കും. രാവിലെ വന്ന് തെറാപ്പി കഴിഞ്ഞ് വൈകുന്നേരം പോകുന്നേരം കുറേ ഹോം പ്രോഗ്രാം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവില്ല. എന്തിനു ചെയ്യുന്നു, ഇതെന്തിനാണ്, ഇത് എന്തുകൊണ്ടാണ് കാര്യം. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തന്നെയാണ് ഒരു രക്ഷിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, തെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ മുത്തുകൾ കോർക്കാൻ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. പയറുമണികളൊക്കെ നമ്മൾ മാറ്റി വെക്കാൻ സോർട്ടിങ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ആ പയറുമണികൾ അവരുടെ ഭക്ഷണമായി വന്നിട്ടുണ്ടാവില്ല. ആ ഭക്ഷണമായി വരുമ്പോഴാണ് ഞാൻ എടുത്ത എഫേർട്ട് എന്താണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ രാവിലെ മുതൽ അന്ത്യാവോളം പണിയെടുക്കുന്നുണ്ട്. കൂലി കിട്ടാതെ പണിയെടുക്കുന്ന എത്ര ആളുണ്ടാവും ഇതിൽ കൈപൊക്കെ? ആരുമില്ല. കൂലി കിട്ടണം മാം, കൂലി ഇല്ലാതെ ആരും പണിയെടുക്കില്ല. അപ്പൊ കൂലി വേണം. അതെന്താണ്? നമ്മൾ ചെയ്ത എഫേർട്ടിന്റെ ഫലമാണ് ഇല്ലേ? ചാരിറ്റിയാണോ? ചാരിറ്റിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ? അല്ല. എന്നിട്ട് സാറ് പറഞ്ഞു ചാരിറ്റി മോഡലൊക്കെ മാറി കുറച്ചും കൂടി മാറ്റങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളെ മുന്നിൽ വരുന്ന കുട്ടിയോട് ഔദാര്യം കാണിക്കേണ്ടതില്ല. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് നാളെ മുതൽ അല്ലെങ്കിൽ ഇനി ചെയ്ത വർക്കുകളൊക്കെ എനിക്കൊന്നും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. നമ്മൾ ഏതൊക്കെ നമ്മളെ രക്ഷിതാവ് എന്നതിൽ നമ്മൾ ആരൊക്കെ അത് അംഗീകരിക്കും? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, എന്താ ടീച്ചർക്ക് അത് അംഗീകരിച്ചാൽ എന്ന ചോദ്യമാണ് നമുക്ക് ആദ്യം തന്നെ വരുന്നത്. എന്താ എൻ്റെ കുട്ടി ഇത് ചെയ്യില്ലേ? എൻ്റെ കുട്ടിക്ക് ഈ ലീഡർഷിപ്പ് അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ പ്രവർത്തനം കൊടുത്തു നോക്കൂ എന്നൊക്കെ നമ്മൾ പാരൻസ് മീറ്റിങ്ങിൽ തോരാതെ പറയും. അതേ സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു ഭിന്നശേഷി കുട്ടി നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അവരെ വ്യക്തിയായി അംഗീകരിക്കുന്നില്ല? അപ്പൊ അവൻ്റെ കുഞ്ഞ് എന്ന പേര് മാറ്റിയിട്ട് പേര് വിളിക്കാൻ നമ്മൾ ആദ്യ ശ്രമം നടത്തണം എന്നുള്ളത്. വാ കുട്ടി വാ, കുഞ്ഞെ വാ, മോനെ വാ, അതല്ല നമ്മൾ പറയണ്ടേ. മുനവർ വാ, ഇവിടെ ഇവിടെ ഇരിക്കണം. അവൻ ഇരിക്കുമ്പോൾ അവന് മനസ്സിലാവണം, അവൻ നമ്മുടെ ട്യൂണുകൾ മനസ്സിലാവണം, നമ്മൾ വോയിസിന്റെ മോഡുലേഷൻ അവന് മനസ്സിലാവണം. വടിയെടുത്ത് 4 ദിവസം നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. വടിയെടുത്ത് ആരും അടിക്കാൻ പാടില്ല. വടിയെടുത്തിട്ട് ആരും ഇവിടെ നന്നായിട്ടില്ല, ചീത്ത പറഞ്ഞിട്ട് ആരും നന്നായിട്ടില്ല. സ്നേഹത്തോടെ ലാളനയോടെ തന്നെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് രക്ഷിതാവ് പറയും ഇനി ചെയ്താൽ ശരിയാവില്ല, അത് ഞാൻ തന്നെ ചെയ്തോളാം. ടീച്ചറും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ജോലി ഏൽപ്പിച്ചു. അപ്പം ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വൊക്കേഷണൽ കുട്ടികളെ കൊണ്ട് നമുക്കൊരു വർക്ക് ഏൽപ്പിക്കാം. അപ്പം ഡ്രാമ തിയേറ്ററാണ് നടക്കാൻ പോകുന്നത്. ആ തിയേറ്ററിന് ആവശ്യമുള്ള കുറേ സാധനം വേണം. മച്ചിങ് അടക്കമുള്ള സാധനങ്ങൾ വേണം. പറമ്പിൽ നിന്നൊക്കെ പെറുക്കിക്കൊണ്ടുവരണം. പഴയ തുണികൾ വേണം. ഇതുണ്ടായിരുന്നു എനിക്കറിയില്ല. ഒരു പ്രോഗ്രാം നടക്കുക, നാഷണൽ കോൺഫറൻസ് ആണ്. അപ്പോൾ PG ഡാറ്റ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ സ്റ്റാഫൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ടാണ് CRE നടന്നുകൊണ്ടിരിക്കുന്നത്, നാഷണൽ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വർക്ക് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നടക്കൂല, നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഇതൊന്നും ഇല്ലെങ്കിൽ തിയേറ്റർ നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്തിച്ചാൽ പോലെ സാധനങ്ങൾ നമ്മൾ ചെയ്ത് നോക്കാം, വർക്ക് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 ദിവസമായിട്ടും ഈ സാധനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടില്ല. കാരണം ഓരോ തെറാപ്പിസ്റ്റുമേനെ കോർഡിനേറ്റർ ആക്കിയിട്ടുണ്ട്, സാധനങ്ങൾ എത്തി. തലേ ദിവസം ഞാൻ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തു ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, ഇലകൾ ആവശ്യമുണ്ട്, മച്ചിങ്ങകൾ ആവശ്യമുണ്ട്, പഴയ തുണികൾ ആവശ്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് കുറേ 15ഓളം സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു. മുട്ടുസൂചി അടക്കം വെച്ചാൽ നമ്മുടെ സേഫ്റ്റി ഫിന്നടക്കമുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ, പഴയ പൈപ്പിൻ്റെ കഷ്ണങ്ങൾ, പഴയ ബോട്ടിലുകൾ, ഇതൊക്കെ നമ്മൾ ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈകുന്നേരം 3 മണി കൂടെ ആയ സമയത്ത് എൻ്റെ റൂം നിറയെ ആക്രിക്കട പോലെ സാധനങ്ങൾ, നിറയെ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ലേ സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തിയേറ്ററിന് വേണ്ടിയിട്ട് ഇതൊക്കെ
ഒക്കെ ഉപയോഗിച്ചു. സാറ് ചോദിച്ചു ഇത്രയും സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്? പഴയ കുടയടക്കം ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ സാറ് ചോദിച്ചു എവിടെ അത് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നില്ല, ആ ചാർജുള്ള ആളെന്തോ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അപ്രീസിയേറ്റ് ചെയ്ത പരിപാടി VC അടക്കമുള്ള ഒരു സഭ തന്നെ ഇരുന്നിട്ട് എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇത് ചെയ്ത് നന്നായിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, കോർഡിനേറ്റ് ചെയ്തു, വളരെ നന്നായിട്ടുണ്ട്, നിങ്ങളുടെ ടീം അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം പറയുമായിരിക്കും എൻ്റെ കുട്ടികളെ കുറിച്ച്, ഇപ്പം പറയുമായിരിക്കും, പറയാതിരിക്കില്ലല്ലോ, കാരണം ഇത്ര എഫേർട്ട് എടുത്തല്ലേ, പറയാതിരിക്കില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇത് പറയുന്നില്ല, കേക്ക് മുറിക്കലായി. അപ്പോൾ VC അങ്ങ് പോയിക്കേ. അപ്പോൾ VC ഉള്ള സമയം വരേക്ക് ഭയങ്കര ക്ഷമ, ഞാൻ ഭയങ്കര പിടിച്ചു നിന്നു. പിന്നെ എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അവരെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ റഹീം സാറ് ഞങ്ങളുടെ ജോയിൻറ്റ് ഡയറക്ടർ പറഞ്ഞു, ഷാനി ബന്ദിന് എങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ ഓരോ അഭിനന്ദനങ്ങൾ, ഞാൻ അടക്കമുള്ള ആളുകൾ കിട്ടിയ അഭിനന്ദനങ്ങൾക്ക് പുറകിൽ ഒരു കൂട്ടം ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സഞ്ചരിച്ച ആ ആളുകളെ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. എനിക്കിത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കാർക്കും മച്ചിങ്ങ പറക്കാൻ കഴിയില്ല, നിങ്ങൾക്കാർക്കും പഴയ കുടയും കൊണ്ട് ബസ്സിൽ കയറി വരാൻ സാധിക്കില്ല, നിങ്ങൾക്കാരും പഴയ സാരികൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കില്ല. ആ അഭിമാന ബോധത്തിൽ നിന്നാണ് നിങ്ങൾക്കിത് പറയാൻ പറ്റാത്തത്. ആദ്യമായി ഞാൻ CMRPയിൽ തോരാതെ അന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു വാക്കാണിത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, കാരണം അവരെടുത്ത ഒരു എഫേർട്ടിനെ അത് നിസാരമായി കാണുന്നു എന്നുള്ളത്. അപ്പോഴാണ് ഓരോരുത്തരും സോറി പറയാൻ തുടങ്ങിയത്. അങ്ങനെയല്ല ഷാനിച്ചർ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെയല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഉദ്ദേശിക്കണം, നമ്മളെ പുറകിലുണ്ടായ ചലനങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം, പറയണം, നമ്മളല്ലാതെ ആര് പറയും ഇവരെ കുറിച്ച്. അന്ന് മുതലാണ് CDMRPയിൽ ഒരു ചലനമുണ്ടായത് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ. അന്ന് മുതലാണ് ആ ഓരോ മൾട്ടി ഡിസിപ്ലിൻ ടീമിലുള്ള ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് അടക്കമുള്ള ഒരു ടീം വർക്ക് അവിടെ നടക്കുന്നുണ്ട്. കാരണം ഒരു ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് എനിക്ക് സാലറി കൂടുതലാണെന്നോ ഞാൻ നിങ്ങളെക്കാൾ 4 വർഷം കൂടുതലാണ് പഠിക്കുന്നതെന്നോ ഒന്നും അവിടെ ഇല്ല. ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ എഞ്ചിനീയർ 2 വർഷമേ പഠിക്കുന്നുള്ളൂ, നിങ്ങൾ വളരെ മോശക്കാരാണ്, അങ്ങനെയില്ല. ഞങ്ങൾക്ക് തന്ന ഓരോ വർക്കും ഞങ്ങൾ ഓരോ കേസിനെയും അങ്ങനെ തന്നെ കാണുന്നുണ്ടെന്നുള്ള അതാണ് CMRPയുടെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഈ മേഖലയിൽ വളരെ വളരെ സൂക്ഷ്മമായി തന്നെ നമ്മൾ നോക്കിക്കാണുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ രക്ഷിതാവിനെയും കൂടി പഠിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ എടുത്തിട്ടുള്ള ടെക്നിക്സുകളാണ്. പല രീതികൾ നമുക്ക് പരിശീലനം കൊടുക്കാൻ പറ്റും കുട്ടികളെ, അല്ലേ? ഇന്നത്തെ മാം പറഞ്ഞു അത് റിയൽ മോഡലുകൾ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞങ്ങൾക്കൊരു ഇവൻറ്റ് പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ PGDRPനൊക്കെ ഏൽപ്പിക്കാറുണ്ട് പലപ്പോഴും. നിങ്ങളാണ് ഈ CR നടത്തേണ്ടത്. അപ്പോൾ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു കോർഡിനേറ്ററും സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു കോർഡിനേറ്ററും ഉണ്ടാവും. നമുക്കൊക്കെ അറിയാം, ഡിപ്മറിലും അങ്ങനെ തന്നെ നടക്കുന്നുണ്ടാവും. നമ്മളും വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ ഇതേ സാധനം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് കോർഡിനേഷൻ, എങ്ങനെയാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ആ റെസിഡൻഷ്യൽ ക്യാമ്പിൽ നമ്മൾ ക്ഷണിക്കുന്ന ആളുകൾ വരെ ക്ഷണിക്കാൻ ഒരു ടീമുണ്ട്. കത്തൊക്കെ ആയിട്ട് വരും, വെർബലി നമ്മളോട് പറയാനുള്ള ആളുണ്ടാവും. ഇനി അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുണ്ടെങ്കിൽ അവരെ പിക്ചറൊക്കെ വരച്ചിട്ട് കൊണ്ടുവരും. അതിൽ എഴുതാൻ അറിയുന്ന ആളുകളാണ്, വളരെ രസകരമായി എഴുതിയിട്ടുണ്ടാവും. അടുത്ത ആളുണ്ടാവും, അവിടെ വേണ്ട ഇവനിങ്ങിൽ കൊടുക്കേണ്ട ചായയും സ്നാക്സും എന്താണെന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാവും. ആ ചായക്കും സ്നാക്സിനും വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള ആളുകളുണ്ടാവും. ഇനി അത് ഉണ്ടാക്കാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെ ഏൽപ്പിക്കുമെന്ന് അവരോട് നമ്മൾ ചോദിക്കുന്നു. അവരത് അറേഞ്ച് ചെയ്യാനുള്ള ഫോൺ നമ്പർ കൊടുക്കുന്നു, അവരെ വിളിച്ചു പറയിപ്പിക്കുന്നു. അതെങ്ങനെ സെർവ് ചെയ്യണമെന്ന് അവരെ പരിശീലിപ്പിക്കുന്നു. ആ സെർവിങ് സമയത്ത് എങ്ങനെയൊക്കെയാണ് ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഗ്ലാസ് വെക്കേണ്ടത്, എങ്ങനെയാണ് പ്ലേറ്റ് വെക്കേണ്ടത്. ഇന്നത്തെ മാം പറഞ്ഞു ഫുഡ് ആൻഡ് ബിവറേജ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സ്ഥലങ്ങളിൽ തന്നെ പോയി ആ കോഴ്സ് നടത്തുന്ന ഇടങ്ങളിൽ പോയിട്ടാണ് ഞങ്ങൾ കുട്ടികളെ പറഞ്ഞു വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ക്യാമ്പിലാണ്. അവരെ പർച്ചേസ് ചെയ്യാനുള്ള സ്കില്ലുകൾ, അവർ ബാലൻസ് വാങ്ങുന്നത്, അവർ സെർവ് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്, അത് മാനേജ് ചെയ്യുന്നത്, ഇവൻറ്റിനെ എങ്ങനെ അടിപൊളിയാക്കാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അതിൽ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്.
അതിൻ്റെ റിയൽ മോഡൽ ഉണ്ടാവും. അത് കാണാനും അത് ആ ചായ രുചിക്കാനും ഒക്കെ ആളുകൾ വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവരോട് ഇപ്പം പറയാണ്, നിങ്ങളൊരു സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ലബീബ് എന്ന് പറഞ്ഞൊരു മോനുണ്ട്. അവൻ ആദ്യകാലത്ത് അങ്ങനെ ചിത്രമൊന്നും വരയ്ക്കില്ലായിരുന്നു. ക്രയോണൊക്കെ ഉപയോഗിച്ച് കളറൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കൊടുക്കണമല്ലോ, അപ്പോൾ ഒന്നുമില്ല കൊടുക്കാൻ. അങ്ങനെ ആ സമയത്ത് എറണാകുളത്ത് ബിവറേജിൻ്റെ കീഴിൽ നമ്മളെ സുഹൃത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്ത് ഇങ്ങനെ കുറേ ബോട്ടിലുകൾ കിട്ടും, ക്യാമ്പസിനകത്ത് പെറുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ബോട്ടിൽ കിട്ടുന്നതാണ്. ഞാനൊരു കാറോ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ എറണാകുളത്ത് പോയി ആ ബിവറേജിൻ്റെ വേക്കിൽ പോയി 500ഓളം കുപ്പികൾ കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ക്യാമ്പസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഇറക്കാനൊരു സമയമല്ല, ഇത് ഇറക്കി വെക്കണമല്ലോ. എത്രയും കുപ്പി ഷണിച്ചത് കുടിച്ചതാണോ എന്ന് ആദ്യത്തെ ചോദ്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, കുടിച്ച കുപ്പി മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നല്ല അവർ വിചാരിച്ചിരിക്കുന്നത്. അല്ല സാർ, 300 കുപ്പിയൊന്നും എനിക്ക് കുടിക്കാൻ കഴിയില്ല സാർ ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഫിനാൻസ് ഓഫീസറാണ് സാറ്. അപ്പോൾ ഷാനിപ്പോൾ ഒരു കാര്യം ചെയ്യുക, എൻ്റെ വീട്ടിൽ ഇറക്കിക്കോ എന്ന് പറഞ്ഞു. രാത്രിയാണ്. ക്യാമ്പസിൽ കയറ്റണ്ട, ക്യാമ്പസിൽ കയറ്റിയാൽ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഷാനിപ്പോൾ പറയേണ്ടി വരും, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇറക്കിക്കോന്ന്. ഞാൻ അവിടെ ചെന്ന സമയത്ത് സാറിൻ്റെ വൈഫുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. സാറിൻ്റെ വൈഫിനോട് ഞാൻ എന്താ പറയണത്, ഈ ചാക്കൊന്ന് ഇറക്കി വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കുപ്പികളുടെ ശബ്ദം കിളിക്കിളേന്നിങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു, മാം ഇത് സാറ് പറഞ്ഞിട്ടാണ് ഇവിടെ ഒന്ന് ഇറക്കട്ടെ. അപ്പോൾ മാമിൻ്റെ ഒരു മുഖമുണ്ട്, സാറ് പറഞ്ഞിട്ട് ബ്രാൻഡി കുപ്പികളില്ലേ, സാറിന് ഇതൊക്കെയാണ് അവിടുത്തെ ജോലി, അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണേ. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാൻ പറ്റാതിരുന്ന് ഭയങ്കര പ്രയാസപ്പെടുകയാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ ഫാമിലി പ്രശ്നം, അന്ന് രാത്രി അടിയായിരിക്കും, അതും എൻ്റെ പേരിലാണ്, ഈ കുപ്പിയുടെ പേരിലായിരിക്കും, ഇവളുമായിട്ട് എന്താ ബന്ധം സാറിന് വരെ ചോദ്യം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ കുറേ സമയം അവിടെ നിന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ കഥകളൊക്കെ പറഞ്ഞ ശേഷം ഞാൻ മാമിനോട് പറഞ്ഞു, മാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് ഇറക്കിയാൽ, ഇതുകൊണ്ട് സാറിനോട് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ വേറെ എവിടെയും കൊണ്ട് ഇറക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് മാം ഒരു ഗ്ലാസ് വെള്ളം വരെ തന്നിട്ട് എന്നെ പറഞ്ഞയക്കുന്ന അവസരത്തിലേക്ക് ഞാൻ ആ മാമിനെ എത്തിച്ചു എന്നുള്ള. അപ്പോൾ എന്നോട് മാം പറയാണ്, നാളെ രാവിലെ തന്നെ കൊണ്ടുപോകണം കേട്ടോ. ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ പുലർച്ചയ്ക്ക് 5 മണിക്ക് വന്നിട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറക്കി വെച്ചു. പക്ഷെ 5 മണിക്ക് വരെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് അവിടെ നിന്ന് പിന്നീട് അത് എടുത്തിട്ട് എവിടെയും കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഞാൻ ചോടിനെ വിളിച്ചു, സാറ് എന്താ ഷാനിബ കള്ളുകുപ്പിയോ എന്താ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആരും അറിയാണ്ട് 10 വീതം ഞാൻ റൂമിൽ എത്തിച്ചോളാം, ആരും അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ക്യാമ്പസിലെ സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് DSU സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് ഞാൻ സ്വകാര്യമായി ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് രാവിലെ, എന്നിട്ട് അവരോട് കഥയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇത് ക്യാമ്പസിൽ എല്ലാവരും അറിഞ്ഞ ചാനലിലൊക്കെ വരും, എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അകത്തൊന്ന് എത്തിച്ചു തന്നാൽ മതി, ആടുന്ന് അങ്ങോട്ട് അതിനെ മാറ്റം വരുത്തുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ ടീച്ചറെ, ആരും അറിയാൻ ഞങ്ങൾ 3 പേര് മാത്രം വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വന്നിട്ട് ഞങ്ങൾ ഓരോ സഞ്ചികളിലാക്കി 5 എണ്ണം വീതം ഞങ്ങൾ മുകളിലെത്തിച്ചു മാത്രമല്ല, ഇത് പുറത്ത് വന്നപ്പോഴേക്ക് ഭയങ്കര സ്മെല്ലാണ്. കാരണം അറിയാലോ, എല്ലാവരും കുടിച്ചിട്ട് ഇത്തിരി ബാക്കി അതിലുണ്ടാവുമല്ലോ, ആ സ്മെല്ല് ആ റൂമിലൊക്കെ. അപ്പോൾ താഴത്തെ ഡിപ്പാർട്ട്മെൻറ്റൊന്നും ഭയങ്കര ഇവിടെ ആരോ മദ്യം കഴിച്ചിട്ട് വന്ന ആളുകളുണ്ടെന്നൊക്കെയുള്ള ചർച്ചകൾ താഴെ. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി ആദ്യത്തെ പെയിൻ്റ് അടിച്ചിട്ടാണ് അന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോയത്. അതിനൊന്ന് കളറ് മാറ്റിയതിന് ശേഷം തിരിച്ചുപോയി. ആ സമയത്ത് ലബീബ് അടക്കമുള്ള 14 സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്, ആദ്യത്തെ വൈറ്റ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പം ലബീബ് ആണ് തൊടൂല, മദ്യം ഹറാമാണ്. പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല, മദ്യം ഹറാമാണ്, കുപ്പി വരെ തൊടാൻ പറ്റില്ല, സ്വർഗം ലഭിക്കില്ല. നമുക്ക് നിസ്സാരമായി തോന്നും ഇപ്പോൾ, പക്ഷെ ഭയങ്കര ഭീകരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. കാരണം ഒരു കുഞ്ഞിന് മദ്യക്കുപ്പി തൊടുന്നതിൽ പ്രയാസം നേരിടുന്ന പറഞ്ഞാൽ അതിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ആ കുടുംബം അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിനൊരു നോക്കിക്കാണുന്നത്. ഇതൊക്കെ നമ്മളുടെ ഒരു ചലഞ്ചാണ് അല്ലേ, ഒരു വെല്ലുവിളിയായാണ് ഇതൊക്കെ. ഇതിനെ തരണം ചെയ്യണം നമുക്കങ്ങനെ. അങ്ങനെ ആദ്യം കഴുകി വൃത്തിയാക്കിയ കുപ്പികൾ അവനെ ഏൽപ്പിക്കുന്നു, അതിൽ അവനെ പരീക്ഷണം നടത്താൻ പഠിപ്പിക്കുന്നു. ഇന്ന് മദ്യക്കുപ്പിയല്ല, നിങ്ങൾ പന്നി ഇറച്ചി കൊണ്ടുപോയി കൊടുത്താൽ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞാൽ അവൻ അടിക്കും. ഏറ്റവും മനോഹരമായ ചിത്രം വരയ്ക്കുകയും അവൻ്റെ ഇടവേളകൾ, അവൻ്റെ ജോലിയുടെ ഇടവേളകളിൽ മുഴുവനും വരച്ച ചിത്രങ്ങൾ ഇന്ന് CDMRP ലഭ്യമാണ്. അത് അവൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ ഓരോ പേനയിലുള്ള മഷികൾ, അവൻ ഉപയോഗിച്ച ഓരോ ദിവസത്തെയും പേനകളുടെ മഷികൾ പകർപ്പായി ചിത്രങ്ങളായി അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ എഫേർട്ട് എടുത്താൽ ഒരു വ്യക്തിയുടെ കഴിവുകളെ വർദ്ധിപ്പിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ എഫേർട്ട് എടുക്കണം നമ്മൾ പിൻവാങ്ങരുത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആരോപണങ്ങൾ ഉണ്ടാവും,
വെല്ലുവിളികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും പിറകിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയുന്ന മോഡലാണ് റിയൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. മോഡലിംഗ് ഉണ്ടാവണം. നമ്മളുടെ ആത്മവിശ്വാസമാണ് നമ്മൾ കുട്ടികളിലേക്ക് പകർത്തുന്നത്. നമ്മൾ ആത്മവിശ്വാസക്കുറവ് കാണിച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കുട്ടികളിൽ പകർത്തു നൽകാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും മോഡലുകൾക്ക് പുറമെ നമുക്ക് പല രീതിയിലുള്ള ടെക്നിക്സും ഉപയോഗിക്കാം. അത് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ ക്രിയേറ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നേരത്തെ ഞാൻ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഡ്രസ്സിങ്ങിൽ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ചില പോയിന്റുകൾ നമ്മൾ എഴുതി വരുന്നതെന്ന് വെച്ചാൽ ചില പോയിന്റുകൾ നമുക്ക് ഓർമ്മയുണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചോളൂ. ചെറുത് മാത്രം പറഞ്ഞാൽ മതി. ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് നമുക്കറിയാം നീറ്റായിട്ട് ധരിക്കണം എന്നുള്ളത് അല്ലേ. ഒരു പേഴ്സണാലിറ്റി, നമ്മളൊരു കുട്ടി ഒരു ഇൻ്റർവ്യൂവിന് വന്നാൽ തന്നെ ആദ്യം തന്നെ അവൻ വരുന്ന ആ വരവ് നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കും അല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഇല്ലേ, വരവ് ശ്രദ്ധിക്കില്ലേ? അപ്പം അതിൽ ഡ്രസ്സിന് ഒരു പ്രധാന പങ്കുണ്ട് എന്നുള്ളതാണ്. നീറ്റായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഞങ്ങളുടെയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ ഡ്രസ്സ് ചൂസ് ചെയ്യും അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്നിപ്പോൾ ഈ മാഡത്തിൻ്റെ പേര് മറന്നുപോയി, ആതിര മാം ഇട്ട ഈ പച്ചയോട് ചേർന്ന പൂക്കളുള്ള ഡ്രസ്സുകൾ ഞാൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് തിരയും. ഈ പൂക്കളോടേക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ലേ. നാളെ ഇത് തിരയില്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം കണ്ടാൽ നമുക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആണോ നമ്മൾ നോക്കാറില്ലേ? നമ്മുടെ എക്സലാണ്, നമ്മുടെ സൈസ് എക്സലാണ്. നമ്മൾ സ്മോൾ വാങ്ങി ധരിക്കുമോ? നാളെ നമ്മൾ മെലിയോ, അതുകൊണ്ട് നമുക്ക് സ്മോൾ വാങ്ങി വെക്കാം അങ്ങനെ വിചാരിക്കും നമ്മൾ? ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾക്ക് നമ്മളെ സൈസ് അറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അറിയാം, നമുക്ക് ചൂടുള്ള. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കും എന്താ സ്ലീവ്ലെസ് ഉപയോഗിക്കും. എനിക്ക് നന്നായി ചൂട് എടുക്കുന്ന ആളാണ് ഞാൻ. നന്നായി ചൂട് ഉണ്ടാവും എനിക്ക് ചൂടിനെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഇത് ധരിക്കാന്നുള്ളതിലേക്ക് ഞാൻ വരുന്നതിന് എൻ്റെ ബോഡിയും കൂടി എന്നെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അതിനെ ഒരു വിമർശനാത്മകമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അപ്പോൾ ചില ആളുകൾക്ക് അത് ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ട് സൊസൈറ്റിയിൽ. ചില ആളുകൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ധരിക്കാനുള്ള പ്രയാസം നേരിടുന്ന ആളുകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ബോധേഡാക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഒക്കേഷനനുസരിച്ചുമുള്ള ഡ്രസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് ഇല്ലേ. ഞങ്ങൾക്ക് മാം ചോദിച്ചു കോട്ടൺ സാരി എവിടെ കിട്ടുക എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഫങ്ഷണൽ സാരി എവിടുന്ന ഫങ്ഷൻസിന് ഉപയോഗിക്കുന്ന സാരി എവിടുന്നാണ് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു കോട്ടൺ സാരി ഉള്ള സ്ഥലത്താണല്ലോ കയറിയത് അങ്ങനെ വിചാരിച്ചില്ല നമ്മൾ. അപ്പോൾ കോട്ടൺ സാരി ആകിയിട്ട് പോവോ? ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ട ഒരു സാധനം എവിടുന്നാണ് കിട്ടുന്നത് അന്വേഷിച്ച് നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും അല്ലേ. അങ്ങനെ ചൂസ് ചെയ്യാനുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു, അത് നമ്മളെ കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിക്കണം. പാരൻസ് എപ്പോഴും എന്താ ചെയ്യുക? നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി. കറുപ്പ് ഡ്രസ്സ് ഇടരുത് എന്നോട് കുറേ കാലം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുനാളിൽ. കറുത്തിട്ട് അതിന് കറുപ്പ് ഡ്രസ്സും കൂടി ഇട്ടിട്ട് ഒന്ന് കരുമുട്ടിയാവാനാണോ? ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഞാൻ നാടൻ പ്രദേശത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു. വളരെ വലുതായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിട്ടും ഒക്കെ എന്നെ പ്രയാസപ്പെടുത്തിയ ഒരു വസ്ത്ര കളറായിരുന്നു എന്ത്? കറുപ്പ് എന്നുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ കറുപ്പ് ധരിക്കുന്ന ഞാനായിരിക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഷാനിബ എനിക്ക് കറുപ്പിട്ട് വരല്ലേ, അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ കറുപ്പിനോടുള്ള താല്പര്യം വരാൻ വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയെന്നുള്ളത്. അപ്പോൾ അപ്പോഴും നമ്മൾ പാരൻസ് എന്താ ചെയ്യുക? അവർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ചേരുമെന്ന് തോന്നുന്ന ഒരു കളറങ്ങ് സെലക്ട് ചെയ്യും അല്ലേ. പിന്നീട് നമുക്ക് മനസ്സിലായി നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങണമെന്ന്. അന്നൊരു വിപ്ലവമൊക്കെ നടന്നിട്ടുണ്ടാവും വീട്ടിൽ അല്ലേ, നടന്നിട്ടുണ്ടാവില്ലേ? അത് ധരിച്ച് വന്നതിന് ശേഷം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായപ്പോൾ അമ്മ പറഞ്ഞിട്ട് നന്നായിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പാരൻറ്റ് വന്നു. അവന് 22 വയസ്സാണ്. അപ്പോൾ അവൻ മുലപ്പാൽ കുടിച്ചില്ല. അപ്പോൾ അവൻ്റെ ഒരു ഡിസബിലിറ്റി ഞാൻ പുതിയതായിട്ട് കേൾക്കുകയായിരുന്നു. ഡിസബിലിറ്റി ആണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലുള്ള ഒരു അസുഖമാണ്. കുഞ്ഞുനാളിൽ മുലപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇവന് മുലപ്പാൽ കൊടുക്കും. അപ്പം അവൻ തട്ടി മാറ്റും, മുഖം തിരിക്കും. നാളേക്ക് കുഞ്ഞ് പ്രസവിച്ച കുഞ്ഞു പൈതലാണ് ആ കാണിക്കുന്നത്. അതിൻ്റെ റെസ്പോണ്ട് ആലോചിക്കണം. നമ്മൾ പലപ്പോഴും പറയും കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും. നമ്മൾ പലപ്പോഴും റെസ്പോണ്ടൊക്കെ നമ്മൾ മറന്നതാണ്. കുട്ടി പറഞ്ഞിട്ടുണ്ടാവേ
നമ്മളത് അവോയ്ഡ് ചെയ്ത് കുട്ടി പിന്നെ പറയാതായതാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കുന്നതിന് കുട്ടി പറയുന്നേ ഇല്ല എന്ന് പറയും. ബോഡി എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞപ്പോഴൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ കുഞ്ഞും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ദിവസമായപ്പം ഇത് കുട്ടി ടയേർഡായി. അപ്പോൾ വിദേശത്തായിരുന്നു വല്ല ഡെലിവറിയൊക്കെ. അപ്പോൾ അവിടുന്ന് ആ കുഞ്ഞ് ടയേർഡായ സമയത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. 7 ദിവസം ആവുന്ന സമയത്താണ്. അപ്പോഴാണ് ആ കുഞ്ഞിനെ ഡോക്ടേഴ്സ് നോക്കുന്നതും ആ കുഞ്ഞിന് എന്താ പ്രശ്നം എന്നുള്ളതും ബ്ലഡ് അയക്കുന്നതും മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ബ്ലഡ് അയച്ചിട്ട് ഈ പ്രശ്നം എന്താണെന്നൊക്കെ നോക്കുന്നത്. അമ്മ പറയാണ് കുഞ്ഞിങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്, പലപ്പോഴും തട്ടി മാറ്റുന്നുണ്ട്. ഒരു തവണ പോലും കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നില്ല. അങ്ങനെയാണ് ആ കുട്ടിയുടെ പ്രശ്നം കണ്ടെത്തുന്നതെന്നുള്ള. ഇന്നും അവർ കൃത്യമായി വൈറ്റമിൻസ് കൊടുത്തിട്ടാണ് ആ കുട്ടീനെ വളർത്തിക്കൊണ്ട് 22 വയസ്സായി. കുട്ടി ഇപ്പോൾ വൊക്കേഷണൽ റിഹാബിലിറ്റേഷന് നമ്മളെടുത്ത് വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കണം, ഒരു പേരൻറ്റിനെ തിരിച്ചറിയാണ്. എത്ര പേരൻസ്, എത്ര അധ്യാപകരായിട്ടുള്ള ആളുകൾ, എത്ര തെറാപ്പിസ്റ്റുമാരെ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ എന്താ ആദ്യം തന്നെ പറയാ, മുലപ്പാൽ കുടിക്കുന്നത് അടുത്ത പാൽ കൊടുക്കണം അല്ലേ? എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ആ കുഞ്ഞ് എന്ത് ബോഡി റിയാക്ട് ചെയ്യാണ്, വേണ്ട എനിക്ക് ഈ ശരീരത്തിന് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ നമ്മളിപ്പുറത്ത് കൊടുത്തിട്ട് ലാക്ടോജൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ആ അമ്മ ചെയ്ത് യഥാർത്ഥ ഇതാണ്. കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് അദ്ദേഹം പോവുകയും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കുട്ടിയുടെ പ്രശ്നം മനസ്സിലാവുകയും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും ജീവനാന്ത മരണം വരെ ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ രക്ഷിതാവിന് അറിയാം എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ കൊടുക്കേണ്ട എന്നുള്ളത്. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മളൊരു സ്പീച്ച് പ്രോബ്ലമുള്ള കുട്ടീനെ നമ്മളെ പിടിച്ചിങ്ങനെ നിർത്തും. ഞാൻ പഠിപ്പിച്ചേക്കാം, കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇതൊക്കെ ആവും, എനിക്കിതാ പാവാത്തത്. അപ്പോൾ ഓക്കെ, പക്ഷെ നാളെ പ്രശ്നം അടുത്ത ആൾ ഇതൊക്കെ എൻ്റെ ഭാഗമാണ് വൊക്കേഷണൽ ട്രെയിനിങ്ങൊക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അറിയാം അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഡൗൺസിൻ്റെ കുട്ടീനെ കിട്ടിക്കണോ സൈക്കോളജിസ്റ്റിന്, ഇത്രയും ചെറുപ്പത്തിൽ കിട്ടിയതല്ലേ, ഞാനൊന്ന് പരിശീലിപ്പിച്ചേക്കാം. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എല്ലാവരുമായി സംസാരിക്കുന്നു, എല്ലാ എന്താ പറയുക റിസോഴ്സ് പേഴ്സണുമായി സംസാരിക്കുന്നു, എല്ലാ രീതിയിലുള്ള പരിശീലനങ്ങൾ എങ്ങനെയാണ് ഇവനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച വേണം. നമുക്കറിയണം കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എങ്ങോട്ട് റെഫർ ചെയ്യണമെന്ന്. നമ്മളൊക്കെ എല്ലാം ചെയ്യാനറിയാം, നമുക്കട്ടോ ഒന്നും ചെയ്യാനറിയില്ല. ഇതിൽ പുറത്ത് പാരൻസ് ഒന്നും ഇല്ലല്ലോ. അതല്ലേ ഇനിയിപ്പോൾ പാരൻസ് കേട്ടോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട. സത്യത്തിൽ അങ്ങനെയാണ്. എനിക്കെല്ലാം അറിയാം, എനിക്ക് OT അറിയാം, സ്പീച്ച് അറിയാം, വിസിയോ അറിയാം, എൻ്റെ റെമഡിയൽ ട്രെയിനിങ് അറിയാം, ഇനി നാളെ വൊക്കേഷൻ ട്രെയിനിങ് അതും എനിക്ക് അറിയാം. ഇത് അവനെ ഞാൻ വിടൂല. അവന് ഞാൻ 18 വയസ്സ് വരെ നന്നായി നോക്കി ട്രീറ്റ് ചെയ്ത് ജോലി വാങ്ങി തരാമെന്ന് അങ്ങ് പറഞ്ഞു. കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവും, ഒരു OTൻ്റെ ആവശ്യം ഉണ്ടാവും, ഒരു ഫിസിയോൻ്റെ ആവശ്യം ഉണ്ടാവും, ഒരു പീഡിയാട്രിഷ്യൻ്റെ ആവശ്യം ഉണ്ടാവും, ഒരു മെഡിക്സിൻ്റെ ഡോക്ടർ ആവശ്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങ് മറന്നു. നമ്മളടുത്ത് കിട്ടിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നമുക്ക് തന്നെ ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്ക് ഒറ്റയ്ക്കൊന്നും നേടിക്കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് നിന്നാലേ നേടാൻ പറ്റുള്ളൂ, നേടിക്കൊടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, ടോയ്ലറ്റിലും അതേ അത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു. ഒരു കുട്ടിയുടെ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു തോന്നുന്നു. കുറച്ചുകൂടി 23 വയസ്സായ സമയത്ത് പറഞ്ഞിരുന്നോ? ഇല്ല, എനിക്ക് 23 വയസ്സ് വരെ പ്രായമുള്ള ഒരു CP അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നേ. ഇൻ്റലക്ച്വലിയും മൈൽഡ് കാറ്റഗറിയാണ്. അപ്പോൾ അവന് 23 വയസ്സ് വരെ അവൻ്റെ അമ്മ അധ്യാപികയാണ്. അപ്പം ടീച്ചർ എന്നും അവന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ടോയ്ലറ്റിൽ. കാരണം അവന് കഴുകി കൊടുക്കുക എന്നൊക്കെ പറയുന്നവരെ നമ്മളെ കുട്ടിയല്ലേ, 23 വയസ്സായണ്ടാ നമ്മളല്ലേ കഴുകി കൊടുക്കുക, അമ്മയാണല്ലോ. അമ്മയ്ക്ക് എപ്പോഴും കയറി ചെല്ലാലോ. അമ്മക്കിപ്പോൾ എന്താ അവൻ്റെ അവയവങ്ങൾ കാണുന്നതിൽ ഇത്ര പ്രശ്നം? ഞാൻ കുഞ്ഞിലേ കണ്ടതല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. നമ്മളെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചളയും. നമ്മളങ്ങ് വല്ലാത്ത ലവായി പോവും കുട്ടികളെടുത്ത് അല്ലേ. അപ്പോൾ ആ കുട്ടികൾ എന്നുള്ള ആ സ്ഥാനത്തൊന്നും അവർ മുതിർന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. അതൊക്കെ കാണുന്നതിൽ, അതൊക്കെ ടച്ച് ചെയ്യുന്നതിലൊക്കെ എല്ലാ മനുഷ്യന്മാരെ പോലെ നമ്മളെ കുട്ടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇല്ലേ? ഉണ്ടാവും. നമുക്ക് പ്രൈവസി വേണ്ടേ? അപ്പം പ്രൈവസി വേണോ അല്ലേ? അപ്പോൾ ഇവരിത് പറയാൻ പറ്റുന്നില്ല, കാരണം അമ്മയാണല്ലോ ചെയ്തു കൊടുക്കുന്നത്.
അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഓരോരുത്തരും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എല്ലായ്പ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഞാൻ ഇടപെടും. കാരണം പല 5 മിനിറ്റ്സ് കൂടിയാണ്. ഭയങ്കര പ്രണയമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയണം. റിലേഷൻഷിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയണം. അവർക്ക് നമ്മളെപ്പോലെ എന്തൊക്കെ ഇമോഷണൽ സ്റ്റാറ്റസുകളാണ് മാറിയിട്ടുള്ളത് എന്നൊക്കെ നമ്മളിങ്ങനെ ഫിസിക്കൽ മാറ്റങ്ങൾ പോലെ തന്നെ ഇമോഷണലി മാറ്റങ്ങളൊക്കെ ഇവരിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പലപ്പോഴും എനിക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ചാരൻ ഉണ്ടാവും, ഒരു സത്യം പറയുന്ന ഒരാളുണ്ടാവും. എങ്ങനെയായാലും ഇയാളെ നോക്കാൻ ഏൽപ്പിക്കും, ഇയാളെ തന്നെ നോക്കാൻ ഏൽപ്പിക്കും, ഇയാളെ ഇപ്പുറത്ത് നോക്കാൻ, അങ്ങനെ പരസ്പരം ഇവരൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരെ നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ അയാൾക്കറിയില്ല ഇയാൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ച ആളാണ് ടീച്ചർ എന്നുള്ള അറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് 40 കുട്ടികളുണ്ട്. 40 കുട്ടികളും എൻ്റെ മെൻറ്റേഴ്സായിട്ട് എൻ്റെ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോൾജറായിട്ട് വർക്ക് ചെയ്യാണ് അവർ. അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. അവർക്കൊന്നും അറിയില്ല അവനെന്താ പ്രശ്നം എന്നറിയില്ല. എപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ ഭയങ്കര സൈഡായിട്ട് പോയിരിക്കും. എനിക്ക് പറ്റില്ല കേട്ടോ ടീച്ചറെ ചെയ്യാൻ. ആയിക്കോട്ടെ എന്നാ നീ ഫ്രീ ആയിട്ടിരിക്കും. കുറേ ദിവസം ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിരിക്കണം, എനിക്കും ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് 2 പേർക്കും ഫ്രീ ആയിട്ട് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെയും കൂട്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് താഴെ പോയി ഞാൻ പറഞ്ഞു നമുക്ക് ക്യാൻറ്റീൻ വരെ നടക്കണോ, ഇങ്ങനെ നടക്കുമല്ലോ, എൻ്റെ വണ്ടീൻ്റെ പുറകെ കയറണം, വണ്ടീൻ്റെ പുറകെ കയറാം. അങ്ങനെ ക്യാൻറ്റീനിലൊക്കെ പോയി ചായ കുടിച്ച് തിരിച്ച് വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാണ്ടാണ് എന്നോട്. എനിക്ക് എന്താ കാര്യം പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു മരച്ചോട്ടിലിരുന്നാലോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങളവിടെ മരച്ചോട്ടിലൊക്കെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ടീച്ചറെ. എന്താണ്? എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ബാത്റൂമിൽ വരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലത് വിചാരിച്ചു, അമ്മയല്ലേ ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്താണ് ബുദ്ധിമുട്ടാണ്, എന്താ പ്രശ്നം? അതല്ല ഞാൻ മുതിർന്നല്ലോ, ടീച്ചർ പറഞ്ഞില്ലേ 22 വയസ്സായല്ലോ. ആയി ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കണ്ടേ, ശിക്കണം, ജോലി വാങ്ങണം, ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ? പോകണം. അപ്പം ഞാൻ എങ്ങനെ മൂത്രം ഒഴിച്ചാൽ കഴുകും? അമ്മ വരുമോ എൻ്റെ കൂടെ? ശരിയാണ്. പണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പാനോട് പറയാനും മോളതൊന്നും പഠിപ്പിച്ചില്ല, അടിച്ചു വരാനൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ മോളെ കൂടെ ഭർത്താവിന് വിട്ട് പോകേണ്ടി വരും. ഉപ്പാൻ്റെ അടുത്ത് പറയാനും ഭീഷണി മുഴക്കുമായിരുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഓൾക്ക് പറ്റുന്നത് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊള്ളുന്നുണ്ട് കൂടെയെന്ന്. അങ്ങനെ പറയായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷേ എനിക്കത് ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിരുന്നു കുറേ കാലം. അപ്പം പഠിച്ചിരുന്നതൊക്കെ രക്ഷപ്പെടുമായിരുന്നു ആങ്ങളമാരുടെ നിന്ന്. അപ്പോൾ ആങ്ങളമാർ ചെയ്താൽ മാത്രം എന്നോട് ചെയ്യാൻ പറയുന്ന ഒരു ശീലത്തിലേക്ക് ഞാൻ അങ്ങ് വളർത്തിയെടുത്തതിനെ. അപ്പോൾ അതേപോലെ ഇവൻ ചോദിച്ച സമയത്ത് ശരിയാണല്ലോ, അമ്മ കൂടെ പോവില്ലല്ലോ ജോലി സ്ഥലത്ത്. എന്താ ചെയ്യുന്ന അമ്മ? അപ്പം നോക്കുമ്പോൾ അവന് കഴുകി കൊടുക്കുന്ന ഇതാ ചെയ്യുന്നേ. അപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ഇടത് ഭാഗത്താണ് അഫക്റ്റഡ് ആയിട്ടുള്ളത്, ബുദ്ധിമുട്ടുകളുള്ളത്. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു എന്താ പറയുക അഡാപ്റ്റീവ് ആയിട്ടുള്ള സാധനത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് ചെയ്ത് കൊടുക്കുകയും ഒരു റിങ് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സുഹൃത്തിനെ ഏൽപ്പിക്കുകയും അത് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് അന്ന് വൈകുന്നേരം അവൻ വിളിച്ചിട്ട് ലോകത്തേക്ക് ഒന്നും നേടി തന്നിട്ടില്ലെങ്കിൽ ടീച്ചറെ ഇതെൻ്റെ സന്തോഷമാണ് എന്നുണ്ട് എന്നെ വിളിച്ചു. അവൻ്റെ അമ്മ അന്ന് വൈകുന്നേരം എന്നെ കാണാൻ വന്നു. ടീച്ചർ എനിക്ക് ഇത്രയും കാലം എൻ്റെ മോൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു, എൻ്റെ മോൻ വളർന്നൂല്ലേ. 23 വർഷം എടുത്തു എന്നുള്ളതാണ്. ആ പ്രൈവസിയെക്കുറിച്ച് അവൻ പറയേണ്ടി വന്നു എന്നുള്ളതാണ്. പറയാത്ത എത്ര കുഞ്ഞുങ്ങൾ നമ്മളെ മുന്നോട്ട് കടന്നു പോകുന്നുണ്ടാവും, എത്ര പ്രയാസപ്പെടുന്നുണ്ടാവും. അവിടെ വസ്ത്രം ഇട്ട് കൊടുക്കുമ്പോൾ, അടിവസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ, അതൊക്കെ പീരീഡ് സമയത്ത് പാഡ് മാറ്റി കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കണം, അവരെ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് ഇടപെടാൻ സാധ്യതയുള്ള മേഖലയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി ഒരു റിസർച്ചറായിട്ട് നിങ്ങൾ മാറണമെന്നോ. ഓക്കെ, അങ്ങനെ മാറിയാൽ മാത്രമേ നല്ല റിസർച്ചർ ഉണ്ടാവുള്ളൂ. റിസർച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടിയാണ്. കുട്ടിയെ ഒരു പരീക്ഷണമായിട്ട് മാത്രമല്ല, അതിൻ്റെ അനന്തരഫലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ കാണാൻ. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ 10,000 ലക്ഷക്കണക്കിന് പുറത്ത് നിൽക്കുന്ന ഓരോ ഭിന്നശേഷിക്കാരനും നമ്മളെപ്പോലെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തി ഉണ്ടാവുള്ളൂ. മൈൽഡ് മോഡറേറ്റിൽ മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഭിന്നശേഷിയുള്ള 21 ഡിസബിലിറ്റിയിലും പ്രവർത്തിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് ഈ മുഖ്യധാരയിലേക്ക് എത്തിയത്, അതുപോലെ അവരെങ്ങനെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധ്യമാകുമെന്ന് ഇന്നു മുതൽ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മുതൽ നിങ്ങൾ ചിന്തിച്ചേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിൽക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാം. അല്ലാത്ത ഒരാളും ഇതിൽ നിൽക്കേണ്ടതില്ല എന്നുള്ളത്. എന്തിനാ രാവിലെ വന്ന് വൈകുന്നേരം തെറാപ്പിയും ചെയ്ത് 8 കേസും കണ്ട് സാലറി വാങ്ങി വീട്ടിൽ പോകുന്ന ഒരു സിസ്റ്റത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത്. മറിച്ച് ഈ സമൂഹത്തിൽ
എല്ലാ തരത്തിലും ഇടപെടൽ നടത്തി എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ജെറാ സാർ രാവിലെ പറഞ്ഞതുപോലെ മാറ്റങ്ങളിലൂടെ കടന്നു വിപ്ലവം നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മൾ പലതും നഷ്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ നമ്മളെ സമയം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ കഴിവുകൾ ഒക്കെ ഇതിൽ ഉണ്ടായാൽ മാത്രമേ ഒരു പുതിയ സമൂഹം, പുതിയ തലമുറ ഒരു ജോലി ചെയ്ത് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് മാതൃകയുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ ഓരോരുത്തരെയും ഇന്ന് മുതൽ നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, ഇതിൽ ബ്രഷിങ് നമ്മൾ നേരത്തെ ഉണ്ടാവണം. അവിടെ ഡെൻ്റൽ കെയർ അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ സ്ട്രെച്ചറുകൾ. നമ്മൾ ചവയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചവയ്ക്കാൻ മാത്രം ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയല്ല വേണ്ടത്. അവൻ്റെ സ്ട്രെച്ചർ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അത് ശരിക്കും ചവയ്ക്കാൻ അവന് പ്രാപ്തി ഉണ്ടോ നോക്കണം. അവൻ്റെ പല്ല് നിരകൾ എങ്ങനെയാണെന്ന് നോക്കണം. അതിന് കെയർ എങ്ങനെയാണ് ചെയ്യണം. ബ്രഷിങ് രാവിലെ വൈകുന്നേരം രാത്രിക്ക് തേക്കുക എന്നുള്ളത് മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഷോപ്പ് കൊണ്ടുപോയിട്ട് തന്നെ അവരോട് ചോദിക്കും, ഹാർഡാണോ മീഡിയം ആണോ, ഏത് തരത്തിലുള്ള ബ്രഷാണ് അവർക്ക് വേണ്ടതെന്ന്. അപ്പോഴാണ് അവർക്ക് അറിയുള്ളൂ. നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഏത് ബ്രഷും അവർ ഉപയോഗിക്കും, നിങ്ങളിപ്പോൾ ഉപയോഗിക്കും. അങ്ങനെ ഇല്ല, അതെപ്പോഴാണ് പഠിച്ചത്? നമ്മൾ ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അല്ലേ. ഗ്രൂമിങ് പ്രധാനപ്പെട്ട ഘടകമാണ്. ഡ്രസ്സിങ്ങിനൊപ്പോൾ തന്നെ അറിയാലോ, നിങ്ങളൊക്കെ ഗ്രൂം ചെയ്തിട്ട് വരുന്ന ആളുകളാണ്. ഒരു പേഴ്സണാലിറ്റിയിലെ മാറ്റങ്ങൾ അവരുടെ എൻവയോൺമെന്റ് പോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി, ഡ്രസ്സിങ്ങിൽ, ആറ്റിറ്റ്യൂഡിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം. അത് ഗ്രൂമിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഏറെക്കുറെ ഭക്ഷണം കഴിക്കുന്ന രീതികളിൽ നമ്മൾ പുറത്ത് പോയാൽ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ല, പുറത്ത് ഒരു ഹോട്ടലിൽ പോയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയാലേ നമ്മൾ പഠിക്കുള്ളൂ. നമ്മൾ അവിടെ ക്യാൻറ്റീൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ക്യാൻറ്റീനിൽ കൊണ്ടുപോകും കുട്ടികളെ, എന്നിട്ടാണ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കഫേയിലൂടെ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും ഓരോ വീക്കിലും. അപ്പോൾ മാറി കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇന്റർപേഴ്സണൽ സ്കിൽസ് വരെ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെയാണ്, കഫേയിലൂടെ മണി മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കും. എന്നിട്ട് സാറ് പറഞ്ഞത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മേഖല മണി മാനേജ്മെന്റ്. റെസിക്കുട്ടി മാം ഫസ്റ്റ് തന്നെ പറഞ്ഞതും ഷാനിബ മണി മാനേജ്മെന്റ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇനി പഠിപ്പിച്ചിട്ട് ഒരു കുട്ടീനെങ്കിലും ഇനി കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ തവണ എന്നെ വെല്ലുവിളിച്ച്, തമാശക്ക് എൻ്റെ അധ്യാപികയും കൂടിയാണ്, വെല്ലുവിളിച്ച് പോയിട്ട് പിറ്റേത് 6 മാസം കഴിഞ്ഞിട്ട് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ കഫേയിൽ പോയിട്ട് 500 രൂപ കൊടുത്തിട്ട് ആണ് ചായ സ്നാക്സ് ബാക്കി എത്ര പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ജോലി നിർത്തി പോകാമെന്ന് അവർ കൊടുത്തു. കാരണം അവർക്ക് പ്രാക്ടിക്കൽ സെഷൻസാണ്, പ്രാക്ടിക്കലാണ്. ഒരു ചായ കുടിച്ചാൽ 10 രൂപ, 2 സ്നാക്സ് കഴിച്ചാൽ 10 രൂപ, 20 രൂപ കഴിച്ചിട്ട് ബാക്കി 480 രൂപ അവർക്ക് അറിയാം. കാരണം അവർ സ്ഥിരം കാണുന്നതാണ് അത് കൊടുക്കാൻ അവർക്ക് കാൽക്കുലേറ്റർ ആവശ്യമില്ല. 500 കൊടുത്തു, 100 കൊടുത്തു, 50 കൊടുത്തു, 200 കൊടുത്തൊക്കെ ഞങ്ങൾ ശീലമാക്കി പഠിപ്പിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് 35 കൊടുത്തിട്ട് ബാക്കി ആരും പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. ഫിക്സഡ് കഫേയിൽ എന്ത് പൈസൻ്റെ കാൽക്കുലേഷൻ വന്നാലും ചെയ്യും. ഇപ്പം ജ്യൂസായി മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി, അതൊക്കെ പഠിച്ചു അവർ. അതിലൂടെ 5, 10, 15 എന്നുള്ള കൺസെപ്റ്റ് പഠിച്ച് 2, 3, 5 ഒക്കെ കൺസെപ്റ്റ് പഠിച്ചു. കമ്മ്യൂണിക്കേഷൻ, ഇതിൽ ഒരുപാട് സുഹൃത്തുക്കൾ ക്യാമ്പസിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രണയം വരെ നടന്നു അവിടെ. തമാശയല്ല, അവർ എല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു തെറാപ്പിസ്റ്റ് പറഞ്ഞു, ഷാനിബ അവരെ കൂടെ നടക്കുന്നതിൽ നീ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സത്യം, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അന്വേഷിക്കാം സാർ, എന്തായാലും അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു മോശം ബിഹേവിയർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ DSU വഴി അന്വേഷിച്ചു, ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവരോട് എനിക്കറിയാം ഇങ്ങനെ ഇന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് സ്നേഹവും അഫക്ഷനും എല്ലാം ഒരേ കാറ്റഗറിയിലാണ് കാണാൻ പറ്റുക. അപ്പോൾ അത് വേർതിരിച്ച് നമ്മൾ പരിശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ പ്രണയമാവാം, പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം സംസാരിക്കാൻ. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് സംസാരിക്കാൻ കൂടി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവരങ്ങനെ സംസാരിച്ചു. നോക്കുമ്പോൾ നമ്മുടെ എക്സ് എന്ന കുട്ടിയുടെ പ്രണയിനിയായിരുന്നു ആ കൊച്ചു എന്നുള്ളത്. അവൻ്റെ മനസ്സിൽ പ്രണയിനിയായിരുന്നു. പിന്നീട് നമ്മളത് മാറ്റിയെടുത്തു. ഇപ്പം ക്യാമ്പസിലുള്ള ആളുകളൊക്കെ അവരുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർ മോശക്കാരല്ല, അവർ നമ്മളെപ്പോലെ വളർന്നു ഇമോഷണലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രണയം ഉണ്ടാവണം കുട്ടികളിൽ. എൻ്റെ മകൾ എന്നോട് പറഞ്ഞു മകളെ സുഹൃത്തിന് പ്രണയം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്കില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്, 16 വയസ്സ് എനിക്ക് പ്രണയം ഉണ്ടായിട്ടില്ലെങ്കിൽ നീ ഡോക്ടറെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ഉപയോഗിച്ച കുറേ മെത്തേഡുകളിൽ കുറച്ച് ഭാഗങ്ങളാണ്. ക്യാൻറ്റീനിൽ ഞാൻ പറഞ്ഞല്ലോ വിസിറ്റ് ചെയ്യാം, 13ഓളം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ, സോഷ്യലൈസേഷൻ, അറ്റൻഷൻ, അതേപോലെ
ബിഹേവിയർ, എങ്ങനെയാണ് അവിടെ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളോട് ഇടപഴകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അങ്ങനെ 13-ാം ഏഴ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻറ്റീനിൽ കൊണ്ടുപോകുന്ന രീതിയിൽ മൊബിലിറ്റി പഠിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിന്നെ ക്യാൻറ്റീൻ വരെ സ്വമേധയാ നടന്നു പോയി ചായ കുടിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വളരെ വലിയ മാറ്റമാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ക്യാൻറ്റീൻ വിസിറ്റിലൂടെ നടക്കുന്നുണ്ട്. ലൈബ്രറി വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ. ATM കൗണ്ടേഴ്സ്, ലൈബ്രറി വിസിറ്റിലൂടെ അവരിങ്ങനെ പഠിക്കുക, അവർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്, അവർ ഫോൺ സെർച്ച് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടിട്ടാണ് അവർ പറഞ്ഞത് എനിക്ക് ഫോൺ വേണമെന്ന് പറയുന്നത്, എനിക്ക് ലാപ്ടോപ്പ് വേണം. അപ്പോൾ അവരെ പോലെയുള്ള അതേ പ്രായമുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഫോൺ ഉണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുന്നു, അത് പഠിപ്പിക്കുന്നു. ഓക്കെ. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പാർക്ക്, റേഷൻ ഷോപ്പ്, ഷോപ്പിംഗ്, അങ്ങനെ പല മേഖല. ഞാൻ കുറച്ച് മാത്രം എഴുതുന്ന വെച്ചാൽ ഒരുപാട് എഴുതണ്ടല്ലോ, കുറച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. ഫാമിലി ഇവൻറ്റ്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സിൽ പങ്കെടുപ്പിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ എല്ലാ പ്രോഗ്രാമുകളും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാമും ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്. 3 വിദ്യാർത്ഥികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊജക്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 3 പേരും ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു വിദ്യാർത്ഥി ഹൈലൈറ്റ് മാളിൽ നമ്മൾ ഒരു വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൽ എക്സിക്യൂട്ടീവ് ഇൻവെൻറ്ററി എന്ന പോസ്റ്റിലാണ്, സെയിൽസിലല്ല. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന സ്ഥലങ്ങളിലൊന്നും അല്ലാതെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സിക്യൂട്ടീവ് ഇൻവെൻറ്ററി എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ, അതിലാണ് ചെയ്തത്. അതിൽ സ്റ്റോക്ക് നോക്കലാണ്, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യണം, ഈ മാസം ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഔട്ട് ചെയ്യണം. അങ്ങനെ ആ ജോലിയാണ് നമ്മൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാക്കിങ്ങിൻ്റെ നോക്കിയിട്ടാണ് ചെയ്യാറ്. ഈ ഡ്രസ്സ് ഞാൻ ഇടുമ്പോൾ പറയും ഇന്നാലുള്ള സമയത്താണ് ഈ ഡ്രസ്സ് വന്നത്, ഈ ഡ്രസ്സൊക്കെ ഔട്ടായി ടീച്ചറെ, ഇനി പുതിയ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് വരുമ്പോൾ എന്നെ വിളിക്കും ബെസ്റ്റ് സൈഡിലേക്ക്. മണി മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ വിട്ടുപോകരുത്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ പിന്നെ പലപ്പോഴും നമുക്ക് മാത്സ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന തരത്തിൽ നമ്മൾ തുടങ്ങണം. അവൻ്റെ ഫ്രിഡ്ജിൽ വെക്കുന്ന തക്കാളിയുടെ എണ്ണം വരെ അക്കാഡമിക് സ്കില്ലിലേക്ക് കൊണ്ടുവന്ന് വേണം നമ്മൾ ചെയ്യാൻ. വെജിറ്റബിൾ സോർട്ട് ചെയ്യുന്നതിലൊക്കെ നമ്മുടെ അക്കാഡമിക് സ്കില്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണം. ഒരു കലണ്ടറിൽ നോക്കിയിട്ട് ഇന്ന ഡേറ്റിൽ ഇന്നാളുടെ പ്രോഗ്രാം ടീച്ചർക്ക് ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വരെ നമ്മളവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. CDMRFിലെ എല്ലാ പ്രോഗ്രാമുകളും ഒരു ASD ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എനിക്ക് പറഞ്ഞത്. എനിക്ക് എവിടെ പോകാനുണ്ട് എന്നുള്ള അവനാണ്. അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇന്നാളുടെ ദിവസം ടീച്ചറെ പോകാനുണ്ട് എന്നിട്ട് കലണ്ടറുമായിട്ട് വന്നിട്ട് പറയും ഇതാണ്. എക്കോലാലിയ വിഡ്രോ ചെയ്ത് ഇപ്പോൾ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ചലഞ്ചസ് ഞാൻ പറയാതിരുന്നെന്ന് വെച്ചാൽ ചലഞ്ചസ് കേൾക്കുമ്പോഴേക്കും നമ്മൾ വിഡ്രോ ചെയ്യും. ചലഞ്ചസ് ഇഷ്ടംപോലെ ചലഞ്ചസുകളാണ് നമ്മളെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണ്, ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾ പോകില്ല. അതുകൊണ്ട് ചലഞ്ചസ് ഞാൻ മായ്ച്ചു കളഞ്ഞതാണ്. ചലഞ്ചസിന് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതൊക്കെ നമുക്കറിയാം. നമ്മൾ ഡ്രസ്സ് ധരിച്ചപ്പോൾ നമ്മളെ ചുരിദാർ ഒരു 40കാരി ചുരിദാർ ഇട്ട സമയത്ത് ചുരിദാർ ഇട്ടതിനെ കുറിച്ച് സംസാരിച്ചു. ഒരു ഭിന്നശേഷി കുട്ടി ജനിച്ചപ്പോൾ നമ്മൾ തെറാപ്പിക്ക് പോയപ്പോൾ അവരനുഭവിച്ച അനുഭവങ്ങൾ, അതിനെ വിഡ്രോ ചെയ്യാൻ അവർ സമൂഹം എങ്ങനെയാണ് നോക്കിക്കണ്ടത്, ഇന്ന് എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നൊക്കെ നമ്മൾ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. ആദ്യകാലങ്ങളിൽ അല്ല അനുഭവിച്ചതല്ല ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് അവരെ അംഗീകരിക്കാൻ തുടങ്ങി ജോലി കിട്ടിയപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ്. സോഷ്യൽ സ്റ്റിഗ്മ ഭയങ്കര പ്രശ്നമാണ്, അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെയ്തത് അവിടെയുള്ള മുഴുവൻ സ്റ്റുഡൻസിനെയും എല്ലാ വർഷവും ഞാൻ എല്ലാ ക്ലാസ് റൂമിലും ഒറ്റ തവണ പോകും. എല്ലാ അധ്യാപകരുമായി കമ്പനിയായി, എല്ലാ അവിടുത്തെ സ്റ്റാഫുകളായിട്ട് കമ്പനിയായി, പല വിഷയങ്ങൾ വെച്ചിട്ട് ഞാൻ പോകും. പല ചായ കുടിക്കാൻ പല സമയങ്ങളിൽ ഞാൻ പോകും. ചായ കുടിച്ച് ചിലപ്പോൾ പൈസ അവർക്ക് കൊടുത്തു നോക്കും. അങ്ങനെ കമ്പനി ആയിട്ടുണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് ഞാൻ. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും, പക്ഷെ അപ്പം ഉണ്ടാകുന്ന ലാഭം വേറെയാണ്. ഇന്ന് നമുക്ക് ക്യാമ്പസിൻ്റെ അകത്ത് ഒരു കുഞ്ഞുങ്ങളെയും ഒരു എന്താ പറയുക ഉത്സവപ്പറമ്പിൽ കാണുന്ന ഒരു അങ്ങനെ തന്നെ പറയാം, എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ഉത്സവപ്പറമ്പിൽ കാണുന്ന ഒരു ആനനെ ആകാംക്ഷയോട് നോക്കുന്നത് പോലെ ഇന്ന് ക്യാമ്പസിൻ്റെ അകത്ത് ഒരാളെയും നമ്മുടെ CDMRFിൽ വരുന്ന ഒരു കുഞ്ഞുങ്ങളെയും നോക്കി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. അച്ഛൻ കാത്തില്ല, അച്ഛന് മടുത്തിട്ടുണ്ടാവും. സോറി വെച്ചാ തീർച്ചയായിട്ടും ഈ റെസ്റ്റ്ലെസ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റി. അപ്പോൾ അടങ്ങിയിരിക്കാത്തൊരു കുട്ടീനെ എനിക്ക് 2 മിനിറ്റൊക്കെ പറഞ്ഞൊരു വിദ്യാർത്ഥിയുണ്ട്, എൻ്റെ അബി. ഞാൻ ഒരിക്കലും മറക്കില്ല അവനെ. 2 മിനിറ്റ് 2 സെക്കൻഡ്. ഞാൻ മിനിറ്റുകൾ പഠിച്ചത് റെയിൽവേ യാത്ര ചെയ്ത സമയത്താണ്. സെക്കൻഡ് പഠിച്ചത് എൻ്റെ അബിയാണ്. ഒരു സെക്കൻഡ് അവന് ഇരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ആ സെക്കൻഡ് എണീക്കുമ്പോൾ ഇഷ്ടമുള്ള സാധനമുണ്ട്, കലാമണിയുടെ പാട്ട് പാടാമെന്നുള്ളത്.
അവൻ ഇപ്പം മണിക്കൂറുകളോളം ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെടുത്ത എഫേർട്ട് എന്നാൽ 40 കുട്ടികൾക്ക് ബുദ്ധിമുട്ടാത്ത തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഓരോ സെക്കൻഡിലും പാട്ട് പാടാനാൽ നിങ്ങൾ ആലോചിക്കുന്നത് 40 കുട്ടികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ പാട്ടിന് നമ്മളിങ്ങനെ കൂട്ടി സമയം കൂട്ടി പിന്നെ എത്ര സെക്കൻഡ് ഇരുന്നാൽ മാത്രമേ ചെയ്യുള്ളൂ, എത്ര സെക്കൻഡ് എണീറ്റ് നിൽക്കുമ്പോൾ വേറെ എന്തെങ്കിലും വർക്ക് കൊടുക്കും. അങ്ങനെ ഈ റെസ്റ്റേഴ്സിൻ്റെ കുട്ടിക്ക് ഞങ്ങൾക്കൊരു ASD പേഴ്സൺ ഉണ്ടായിരുന്നു. അവന് ഫയല് എൻ്റെ റൂമിൽ നിന്ന് ഇപ്പോഴത്തെ റൂമിൽ സെക്കൻഡ് ടീച്ചറുടെ റൂമാണ്. അവൻ എണീക്കുന്നു തോന്നുമ്പോൾ ഈ ഫയലും സെക്കൻഡ് ടീച്ചർ കൊണ്ടുപോകും. എന്നിട്ട് അവനെ ഞാൻ ഉന്തി ടീച്ചർ തരും. അല്ലെങ്കിൽ ഒരു PR പ്രിപ്പയറിങ് ചെയ്യും, ഒരു കുഞ്ഞിനെ പരിശീലിപ്പിക്കും, എന്നിട്ട് അവനെ വെച്ചിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവൻ ഫയൽ മാനേജ്മെൻറ്റ് പഠിച്ചു, ഓഫീസ് അറ്റൻഡൻറ്റ് ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രശ്നത്തിന് സ്ട്രെങ്ത് ഉണ്ടാവും. ആ സ്ട്രെങ്ത്തിന് നമ്മൾ കാണും. അപ്പം അങ്ങനെ നമ്മൾ ഇടപെടണം. അവനേക്ക് ഇറങ്ങി ചെല്ലാൻ ഏത് വഴികളാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രയാസങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം എബിലിറ്റി ആയിട്ട് കാണുക. ആ എബിലിറ്റിയിലൂടെ എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്തും ഇപ്പോൾ ചോക്കാവാം, ഒരു പേന അബിക്ക് കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ മനുവിന് കൊണ്ടുകൊടുക്കുക, എന്നിട്ട് അങ്ങ് കൊടുത്തേക്ക്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇൻഫോം ചെയ്ത സാധനം അപ്പുറത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കഴിയും ചെയ്ത് കൊടുക്കുക എന്നുള്ള സാധനം അതിലേക്ക് അവരെത്തിക്കും. ഇറങ്ങി ഓടും. അപ്പോൾ മുറ്റത്തേക്ക് ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ മുറ്റത്ത് എന്തെങ്കിലും വെച്ചിട്ട് ആ സാധനം എടുത്ത് കൊണ്ടുവരാൻ അവന് സ്ഥിരമായി വെച്ചപ്പോൾ അതെടുക്കും. പിന്നെ അടുത്ത സ്ഥലത്ത് മാറ്റി വെക്കുക, ആ സ്ഥലത്തേക്ക് ഓടാൻ പഠിപ്പിച്ച് അങ്ങനെ. ഇത് അതിൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരിക. ഒരു പുതിയൊരു വർക്കിലേക്ക് ASD ബസ്സിനെ പഠിപ്പിക്കാൻ സുഖമാണ്. നല്ലത് അതിൻ്റെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് ASD ഞാനൊക്കെ കുറേ അസസ്മെൻറ്റ് ടൂളുകളെ പറഞ്ഞല്ലോ. അതിൽ റീഡിങ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ഉണ്ട്, RVII എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഇൻഡസ്ട്രി നമ്മൾ അസസ് ചെയ്യുന്നത്. അത് വിദേശ ടൂളാണ്. വിദേശ രാഷ്ട്രങ്ങളിലുള്ള തൊഴിലുകളാണ് അതിലുള്ള പിക്ചർ നോക്കിയിട്ടാണ് ഇൻഡസ്ട്രി നടത്തുന്നത്. ആ പിക്ചറിനെ ഞാൻ ഇന്ത്യൻ ബേസിലേക്ക് മാറ്റിയിട്ട് ഇവിടുത്തെ തൊഴിൽ മേഖല പിക്ചറുകൾ ചെയ്തിട്ട് അതിൽ അവർ നോട്ട് ചെയ്തിട്ട് അവരുടെ ഇൻഡസ്ട്രി ഏരിയ മനസ്സിലാക്കാം. അതിൽ കൃഷി മേഖലയിലേക്ക് പോകുന്ന ആളുകളുണ്ട്, ബിസിനസ് മേഖലയിലേക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ട്. അതിന് ഓരോ മേഖലയും നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റീഡിങ് അസസ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വേർഷൻ മാറ്റിയിട്ടാണ് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ തൊഴിൽ മേഖലയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പിക്ചറാക്കാം. പിക്ചർ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അവിടുത്തെ അതേപോലെ ഇപ്പോൾ JCB ഡ്രൈവർ അവിടുത്തെ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് എല്ലാ അസസ്മെൻറ്റ് ടൂളുകളെയും പരമാവധി മാറ്റിക്കൊണ്ടാണ് CDMRക്ക് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഈ തൊഴിലുകളൊക്കെ നമ്മൾ മുന്നിൽ കാണും. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം. ഇതിനുള്ള പ്രീ സ്കില്ലുകൾ എഴുതി വെക്കണം. ഈ പ്രീ സ്കില്ലുകളെ നമ്മുടെ കുട്ടികൾക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കണം. അങ്ങനെ ആക്ടിവിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഈ മേഖലയിൽ കുട്ടിക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കും. അങ്ങനെയൊന്നുമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്കൊരു ഗോളുണ്ട്, ആനുവൽ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് മുതലങ്ങ് പഠിപ്പിച്ച് കളയാൻ നമ്മൾ നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിന് സമയപരിധി ഒന്നും. ഞാൻ ആദ്യത്തെ ഒരു 40 കുട്ടികളെ പുറത്തിറക്കാനായിട്ട് സമയം 4 വർഷമാണ്. ഇപ്പോഴേക്കാണ് 2 വർഷം കോഴ്സ് കൊണ്ട് ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്ത് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇത്രയും കുട്ടികളെ പുറത്തിറക്കാൻ പറ്റും. അത് ഞാൻ പഠിച്ചെടുത്താണ്. ഇന്നാളുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കുറേ പരീക്ഷണ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇന്നാളുടെ ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ഈ കുട്ടിക്ക് തന്നെ അടുത്ത് കൊടുക്കാൻ പറ്റും, ഈ കുട്ടിക്ക് ഈ ഗ്രൂപ്പിന് ഇത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാം ചെയ്ത് ഒരു കുട്ടിക്ക് 5 സ്കിൽ ട്രെയിനിങ് എങ്കിലും നമ്മൾ ചുരുങ്ങിയത് കൊടുക്കും. അതിലൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് അതിൽ നല്ല കപ്പാസിറ്റി നന്നായിട്ട് ചെയ്യുന്ന കുട്ടിക്ക് അതിനേക്കാളും കഴിവുള്ള നല്ല ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പഠിച്ചു. അപ്പോൾ ഞങ്ങൾ അമൽ കോളേജിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയാണ്. അവർ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സാധാരണ ആളുകൾ ട്രെയിനിങ് കൊടുക്കുന്ന അവർക്ക് ഭിന്നശേഷി കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാനൊരു മാസം അവിടെ പോയി താമസിച്ചിട്ടുണ്ട് കുട്ടികളെ കൂടെ. അവിടുത്തെ MP ഞങ്ങൾ സഹായിച്ചു, റൂമൊക്കെ തന്നു. ഒരു മാസം ഞങ്ങൾ കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ അങ്ങനെ താമസിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു ടീമിൽ. ഇപ്പം എനിക്ക് പോകേണ്ട ആവശ്യമില്ല, അവരൊന്നും ചെയ്തോളൂ. PR ട്യൂട്ടറിങ് മുന്നേ പഠിച്ചിട്ട് കുട്ടീനെ പറഞ്ഞു വെച്ചാൽ അവർ ചെയ്തു. ഒറ്റ തവണ നമ്മൾ റിസ്ക് എടുക്കാം. അങ്ങനെ ചെയ്യും. എല്ലാ വിദഗ്ധരെ കൊണ്ടും ചെയ്യിപ്പിക്കാം. നമ്മളൊരു സാധനം പഠിച്ചെങ്കിൽ നമ്മൾ പരീക്ഷ നടത്തരുത്. നമുക്ക് കുറച്ചേ അറിയുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് കുറച്ചറിയുന്നത് നമ്മളങ്ങ് പഠിപ്പിച്ചു അറിയും. ഞാൻ ഇതൊക്കെ പഠിച്ചു. ഞാനും പഠിച്ചിട്ടുണ്ട് വൊക്കേഷണൽ ട്രെയിനിങ് രംഗവാഴ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എനിക്കറിയാം ആളുണ്ടാക്കാൻ, എനിക്കറിയാം പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ, എനിക്കറിയാം പനവലി ഉണ്ടാക്കാൻ. ഇതൊന്നും ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ നമുക്കെന്നും എല്ലാ കാലത്തും നമ്മളെ കുട്ടികൾ ഈ സൊസൈറ്റിൻ്റെ അടിത്തട്ടിലായി പോകും. മുഖ്യധാരയിൽ എത്തില്ല. അപ്പോൾ നമുക്ക് ഡെന്റൽ അസിസ്റ്റൻ്റ് ഉണ്ട്,
അപ്പോൾ ഡെന്റൽ അസിസ്റ്റന്റ് ആവാൻ ഞാനൊരു ദിവസം ഡോക്ടർക്ക് പോയപ്പോഴാണ് അവിടെ സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ തൊഴിലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തൊഴിലിന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ സുഖമാണ്. ഞാൻ പറഞ്ഞു അസോസിയേഷൻ മീറ്റിങ്ങിന് പോയി ഞാൻ സംസാരിക്കും, നമ്മളെ കുട്ടികളെ ഇത് പഠിപ്പിച്ചു തന്നാൽ ഞങ്ങൾ കുട്ടികൾ ചെയ്തോളൂ, നല്ല ഹാർഡ് വർക്കായി ചെയ്തോളൂ, നല്ല രീതിയിൽ വളരെ സ്പീഡായിട്ട് ചെയ്യാനൊക്കെ ആൾക്കാർ. നമ്മൾ 2 ASD കുട്ടികൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പം അത് നമ്മൾ ആലോചിക്കണം തൊഴിലിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവന് സ്റ്റിക്കൊക്കെ എടുത്തു തരും, എനിക്ക് പേന എടുത്തു തരും, അതൊക്കെയാണ് നല്ല പ്രീ സ്കിൽ ഞാൻ കണ്ടത്. എന്തെങ്കിലും സാധനം ഞാൻ തിരയുമ്പോഴേക്ക് എടുത്തു കൊണ്ടുതരും, വെള്ളം ചോദിക്കുന്നതിന് മുമ്പ് വെള്ളം കൊണ്ടുതരും. അപ്പോൾ അവന് പ്രോപ്പറായിട്ട് സാധനം പഠിപ്പിച്ചാൽ അവനെ പഠിക്കുന്നുള്ള മനസ്സിലായിട്ട് അതിന് അവിടെ കൂടെ തന്നെ നിർത്തി പഠിപ്പിച്ചത് പഠിച്ചു. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മൾ നാളെ തന്നെ പഠിച്ച് പുറത്തിറക്കാം അങ്ങനെ വിചാരിക്കരുത്. ഓരോ തൊഴിലിനും ഓരോ സമയമുണ്ട്. ആ സമയം സിമ്പിളായിട്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കും. അത് വിദഗ്ധരുടെ കീഴിൽ മാത്രമേ പഠിപ്പിക്കാം. നമ്മളത് പഠിച്ചൊന്നും ചെയ്യരുത്.